ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവർക്കും കേൾക്കാലോ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 20-ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക മാറ്റങ്ങളെ കുറിച്ചായിരുന്നു. അപ്പോൾ സാംസ്കാരിക മാറ്റം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് വരുന്നത് വിദ്യാഭ്യാസ രംഗത്തിലെ മാറ്റം, അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജിലുണ്ടായ മാറ്റം, അതുകൂടാതെ നമ്മുടെ മനസ്സിൽ ചിന്താഗതിയിലുണ്ടായ മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മുടെ സാംസ്കാരിക മാറ്റത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ പേജ് നമ്പർ 274 എടുക്കുക. പേജ് നമ്പർ 274, ചാപ്റ്റർ 28, 20-ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക മാറ്റം. ഓക്കെ. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ലോകഭാഷാ ഭൂപടത്തില് എന്തെല്ലാം രീതികളിലാണ് മാറ്റങ്ങൾ സംഭവിച്ചത്, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ നമ്മുടെ ഭാഷയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമ്മുടെ സംസ്കാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തികളിലുമൊക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ 20-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരുപാട് വിവരവിനിമയ സാങ്കേതികതയിലുണ്ടായ മാറ്റങ്ങളൊക്കെ എപ്രകാരമാണ് നമ്മുടെ ഭാഷയെ സ്വാധീനിച്ചതെന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ സംസ്കാരങ്ങളുടെയും പ്രധാന ഘടകം അതിന്റെ ഭാഷയാണ്. 20-ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ ഭാഷാ ഭൂപടത്തിൽ വലിയ മാറ്റം ദൃശ്യമായി. ഈ കാലഘട്ടത്തിൽ തങ്ങളുടെ നാഷണൽ ഐഡന്റിറ്റിയുടെ ഭാഗമായി ഓരോ പ്രദേശങ്ങളും ദേശീയ ഭാഷകൾ തിരഞ്ഞെടുത്തു. ഇന്ന് 6500ഓളം ഭാഷകൾ സംസാരിക്കപ്പെടുന്നു. ഇത് പ്രധാനമായും 10 മാതൃകാ ഭാഷകളാണ് ലോക ജനസംഖ്യയുടെ പകുതിയിലധികവും സംസാരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ഭാഷകൾ, ഇപ്പൊ പ്രാദേശിക ഭാഷകൾ വരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 274-ാമത്തെ പേജാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. 274-ാമത്തെ പേജ്, 274 പേജ്. നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് 28th ചാപ്റ്റർ ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ സംസ്കാരം എങ്ങനെയാണ്, നമ്മുടെ സംസ്കാരം എന്തുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ സംസ്കാരം ഭാഷയുമായിട്ടും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തിലെ മാറ്റവും ഒക്കെ നമ്മുടെ സംസ്കാരത്തെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അതുകൂടാതെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പ്രാദേശിക ഭാഷകളുണ്ട് അല്ലെ. ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്ന ഭാഷകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്ന മാതൃഭാഷകൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകൾ എത്രയാണെന്ന് ചോദിച്ചാൽ അത് അനേകം ഭാഷകളാണ് നമ്മൾ ഇന്ത്യയിൽ തന്നെ ആളുകൾ സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് വേറൊരു ലാംഗ്വേജ് ആണ് അല്ലെ, എന്ന് വെച്ചാൽ വേറൊരു രീതിയിലാണ് അവർ കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ കോഴിക്കോടും മലപ്പുറത്തും അതുപോലെ തന്നെ നമ്മുടെ കോട്ടയത്തും ഒക്കെ പല രീതിയിൽ, എറണാകുളത്തും ഒക്കെ പല രീതിയിൽ ഓരോ കാര്യത്തെയും നമ്മൾ സൂചിപ്പിക്കുന്നത് പല പല വേർഡ്സ് ഉപയോഗിച്ചാണ്. ഇപ്പം ചിലയിടത്ത് നമ്മൾ ഒരു വേർഡ്, ഇപ്പം ചാടിക്കളയുക എന്നൊക്കെ ഉള്ളൊരു വേർഡ് ഉണ്ട്. അതായത് പുറത്തേക്ക് എറിഞ്ഞു കളയുന്നതിന് പകരം നമ്മൾ ചിലയിടത്ത് യൂസ് ചെയ്യുന്നത് അത് ആ ഇല ചാടിക്കളയാനാണ്. ഇപ്പൊ നമ്മൾ കോട്ടയത്തോ എറണാകുളത്തൊക്കെ ഉള്ള ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, നമ്മൾ ചാടിക്കൊണ്ടിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടേ ഇല കളയണം ആയിരിക്കും അവർ ഉദ്ദേശിച്ചതെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിനകത്ത് തന്നെ പല രീതിയിൽ ലാംഗ്വേജ് എന്ന് പറയുന്ന അതിന്റെ ശൈലികൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ പല ജനങ്ങൾക്കിടയിലും പല രീതിയിലുള്ള ഭാഷാ രീതികളും അല്ലെങ്കിൽ ഭാഷാ ശൈലികളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആളുകൾ തമ്മിലുള്ള ഒരു ഐക്യം നിലനിർത്തുന്നതിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഘടകമായിരുന്നു. കാരണം പ്രാചീന കാലത്തൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഹിന്ദിയൊക്കെ ഇപ്പോഴാണെങ്കിൽ പോലും പലർക്കും അറിയത്തില്ലാത്തൊരു ലാംഗ്വേജ് ആണ്.
അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസമൊക്കെ നേടിയതിനു ശേഷമാണ് നമുക്ക് ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ കുറച്ചുകൂടെ നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങിയത്. അപ്പൊ അതിനു മുൻപ്, ഈ വിദ്യാഭ്യാസത്തിന് മുൻപ് ആളുകൾക്ക് സ്വന്തം ഭാഷ പോലും, ഇപ്പൊ മലയാളം പോലും എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത ആളുകളായിരുന്നു പകുതിയിലധികവും ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലെ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താനൊക്കെ നമ്മുടെ ആളുകൾക്ക്, ഇപ്പൊ കേരളത്തിലെ ആളുകൾക്കാണെങ്കിലും തമിഴ്നാട്ടിലെ ആളുകൾക്കൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വന്നു. കാരണം ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലാത്തത് കാരണം. പക്ഷേ 20-ാം നൂറ്റാണ്ടില് വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായതിനു ശേഷം പ്രാഥമിക വിദ്യാഭ്യാസവും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാഭ്യാസവും ഒക്കെ ഒരുപാട് ഉയർച്ച പ്രാപിച്ചതിന് ശേഷം നമുക്ക് ലാംഗ്വേജ്, 2 ലാംഗ്വേജിൽ കൂടുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങി അല്ലെ. ഇപ്പൊ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ആദ്യം മലയാളം മാത്രമാണ് എഴുതാൻ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് മലയാളമൊക്കെ പഠിക്കും. അതിനുശേഷം സ്കൂളിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷും ക്രമേണ ഹിന്ദിയും ബാക്കി മറ്റ് ലാംഗ്വേജുകളും, ഇപ്പം യൂണിവേഴ്സിറ്റി തലത്തിലാണെങ്കിൽ ഇറ്റാലിയനും ഫ്രഞ്ചും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പല രീതിയിലുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യാനായിട്ട് നമുക്ക് വിദ്യാഭ്യാസം നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ ഭാഷാപരമായ മറ്റൊരു മാറ്റമാണ് ദ്വിഭാഷ സമ്പ്രദായം എന്ന് പറയുന്നത്. ദ്വിഭാഷാ സമ്പ്രദായം എന്ന് പറയുന്നത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനുമുള്ള അറിവിനെയാണ് നമ്മൾ ദ്വിഭാഷ അറിവ് അല്ലെങ്കിൽ ദ്വിഭാഷാ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ ദ്വിഭാഷ എന്ന് പറഞ്ഞ ആ വേർഡിൽ തന്നെ ഉണ്ട് അല്ലെ, 2 ഭാഷ എന്നാണ് ദ്വിഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത്. അപ്പോൾ നമുക്കാണെങ്കിൽ 2 ലാംഗ്വേജ് നമുക്കറിയാം, പ്രത്യേകിച്ച് 3 ലാംഗ്വേജ് നമുക്കറിയാം, ഹിന്ദിയും ഇംഗ്ലീഷും മലയാളവും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ദ്വിഭാഷാ സമ്പ്രദായം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിലെ സാംസ്കാരിക മാറ്റത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ മതി. വിദ്യാസമ്പന്നരായ വിഭാഗങ്ങൾ കുറഞ്ഞത് 2 ഭാഷയെങ്കിലും പഠിക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ 2 ഭാഷകളൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ, ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി. ആഗോളവൽക്കരണത്തിന്റെ ഫലമായി ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയി മാറി. ഭാഷകൾ തമ്മിൽ പരസ്പരം കൂട്ടിക്കലർത്തി ഉപയോഗിക്കുന്ന രീതിയും മാധ്യമങ്ങളുടെയും വിദ്യാഭ്യാസത്തിന്റെയും സ്വാധീനം മൂലം ഉണ്ടായി. അപ്പോൾ ഈ 2 ഭാഷകൾ കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന ഒരു രീതിയും ഒക്കെ 20-ാം നൂറ്റാണ്ടിന്റെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്തു വയ്ക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോ പറയല്ലേ, എനിക്ക് ഡിന്നർ വേണ്ട, ഞാൻ ടോയ്ലറ്റിൽ പോകുന്നു, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അപ്പം ടോയ്ലറ്റ്, ഡിന്നർ എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷ് വേർഡുകളാണ്. അപ്പൊ നമ്മുടെ മലയാളത്തിന്റെ കൂടെ ഇംഗ്ലീഷ് വേർഡും കൂടെ യൂസ് ചെയ്തിട്ട്, ഇപ്പൊ ഞാൻ പറയുന്ന പോലെ യൂസ് ചെയ്തു, ഞാൻ അത് യൂസ് ചെയ്തു, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ 2 ഭാഷകൾ കൂട്ടിച്ചേർത്ത് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള 2 ഭാഷകൾ കൂട്ടിച്ചേർത്തുള്ള പറച്ചിലുകളൊക്കെ തുടങ്ങിയത് ഈ 20-ാം നൂറ്റാണ്ടിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തിൽ ഒരുപാട് രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഈ 20-ാം നൂറ്റാണ്ടിലെ ലോകഭാഷാ ഭൂപടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത്, നമ്മൾ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഒരു ലാംഗ്വേജ് നമുക്ക് ആവശ്യമായിരുന്നു. പിന്നീട് നമ്മൾ വിദ്യാഭ്യാസം നിർബന്ധിതമാക്കിയപ്പോൾ നമ്മൾ 2ഓ അതിൽ കൂടുതലോ ഭാഷകൾ പഠിക്കാനായിട്ട് തുടങ്ങി. പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭാഷയും ഒരു നമ്മുടെ കേന്ദ്ര ഭാഷയും, അതായത് നമ്മുടെ രാജ്യഭാഷയെ പോലെ ഒരു ഭാഷയും, അതുകൂടാതെ നമ്മൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടും പഠിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കൂടുതൽ ഭാഷകൾ പഠിക്കാൻ തുടങ്ങിയത് കൊണ്ട് നമുക്ക് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൂടാതെ 2 ലാംഗ്വേജുകൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള സംസാര രീതികൾ നമുക്ക് കൊണ്ടുവന്നതൊക്കെ 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടു കൂടിയാണെന്നും കൂടെ ഓർത്തു വയ്ക്കാം. പിന്നെ ദ്വിഭാഷാ സമ്പ്രദായം ഒക്കെ വന്നതും, അതായത് 2-ൽ കൂടുതൽ ഭാഷകൾ അല്ലെങ്കിൽ 2 ഭാഷകളൊക്കെ നമ്മൾ സ്വായത്തമാക്കാൻ തുടങ്ങിയതൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണെന്നും കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം ഇംഗ്ലീഷും അതുപോലെ തന്നെ മറ്റു ലാംഗ്വേജ് ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം അല്ലെ. നമുക്കിപ്പോ വിദേശത്തേക്ക് ജോലിക്ക് പോകണമെങ്കിലൊക്കെ ആ ഒരു പ്രദേശത്തെ ലാംഗ്വേജ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് വിദേശത്തേക്ക് നമുക്ക് ആ ഒരു ജോലിക്ക് പോകാൻ പറ്റുകയുള്ളൂ. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടോടു കൂടിയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടായത്. പേജ് നമ്പർ 274 കേട്ടോ, ചാപ്റ്റർ 28. ഇനി നമുക്ക് അടുത്ത് കാണാൻ പോകുന്നത് 20-ാം നൂറ്റാണ്ടിൽ ഭാഷാ രീതികളിൽ ആഗോളതലത്തിൽ സംഭവിച്ച മാറ്റം ഏതൊക്കെയായിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 20-ാം നൂറ്റാണ്ടോടുകൂടി ഒരുപാട് ആളുകൾ തമ്മിൽ ആശയവിനിമയവും അതുപോലെ തന്നെ കോളനികളായിരുന്ന രാജ്യങ്ങളൊക്കെ ക്രമേണ സ്വാതന്ത്ര്യം പ്രാപിച്ചു. അതുകൂടാതെ അവർക്ക് കൂടുതൽ വിദ്യാഭ്യാസം, സ്വതന്ത്ര രാഷ്ട്രങ്ങളായി ദേശസാൽക്കരിച്ച രാജ്യങ്ങളായിട്ടാണ് പല കോളനികളും മാറിയത്. അവിടെ നിർബന്ധിത വിദ്യാഭ്യാസവും പ്രാഥമിക വിദ്യാഭ്യാസവും ഒക്കെ അവർക്ക് കൊടുക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് സൗജന്യ തരത്തിലുള്ള വിദ്യാഭ്യാസം
കാരണം വളരെ ചെലവേറിയതായിരുന്നു നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ ഇപ്പോഴും നമുക്ക് വിദ്യാഭ്യാസത്തിന് ചിലവുണ്ടോ? നമ്മൾ സാധാരണ സർക്കാർ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് യാതൊരു വിധത്തിലുള്ള അധിക ചെലവുകളും ഉണ്ടാകാറില്ല. കാരണം വിദ്യാഭ്യാസത്തിന്റെ എല്ലാ ചെലവുകളും സർക്കാരാണ് വഹിക്കുന്നത്. അപ്പോൾ ഇത്തരത്തില് സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹിക സ്ഥാപനങ്ങളും ഒക്കെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ലാംഗ്വേജസ് കൂടുതൽ ഡെവലപ്പ് ആയതും കൂടെ ഓർത്തു വയ്ക്കാം. ഇനി 20-ാം നൂറ്റാണ്ടില് ദേശീയ ഭാഷ അഥവാ പ്രധാനമായ പ്രാദേശിക ഭാഷകൾ ലോക്കൽ ഭാഷകളെക്കാൾ സ്ഥാനം പിടിച്ചു. ഓരോ രാജ്യവും ഔദ്യോഗികമായ ഒരു ഭാഷ രാഷ്ട്രഭാഷയായി അംഗീകരിച്ചു. അതേസമയം ഇംഗ്ലീഷിന് ആഗോള ഭാഷ പദവി ലഭിച്ചു. ഇത്രയുമാണ് 20-ാം നൂറ്റാണ്ടിലെ ഭാഷാ രീതികളിൽ ആഗോളതലത്തിൽ സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത്. കാരണം 20-ാം നൂറ്റാണ്ടിനൊക്കെ മുൻപ് നമ്മുടെ പ്രാദേശിക ഭാഷകളായിരുന്നു നമ്മൾ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തും എന്തൊരുണ്ണി അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ കുറച്ച് വേർഡ്സ് അല്ലെങ്കിൽ ഒരു ശൈലി ഉണ്ട് അല്ലെ അവരുടെ വർത്തമാനത്തില്. പക്ഷേ വിദ്യാഭ്യാസം ആർജിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉന്നതകുല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ ആ രീതിയിലുള്ള ഭാഷ, ഇപ്പൊ അവരുടെ അച്ഛനോ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശിയോ ഒക്കെ ഈ രീതിയിൽ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ സംസാരിച്ചാൽ പോലും അവര് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകള് കൂടുതലും അച്ചടി ഭാഷയിൽ നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് അവർ തുടങ്ങും. കാരണം അവരുടെ പ്രാദേശിക ഭാഷയെ കൂടാതെ അവർ ആ ഒരു സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയിൽ അച്ചടി ഭാഷയിൽ അവർ കൂടുതൽ സംസാരിക്കാനായിട്ട് അവർ കൂടുതൽ ബോധവാന്മാരാകും. കാരണം മറ്റാളുകൾ അവരെ കളിയാക്കാനൊക്കെ തുടങ്ങുമെന്നുള്ളൊരു ചിന്തയൊക്കെ അവരിലുണ്ടാവും. അപ്പൊ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയെ ഒരുപാട് രൂപീകരിച്ച ഒന്നാണെന്നും കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, അതുകൂടാതെ ഈ ആഗോളവൽക്കരണവും അതുപോലെ തന്നെ കോളനി വൽക്കരണം ഒക്കെ വന്നതിന് ശേഷം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് നമ്മുടെ ഒരു ആഗോള ലാംഗ്വേജ് അല്ലെങ്കിൽ ആഗോള ഭാഷയായിട്ട് നമ്മളിൽ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം കോളനികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മെക്കാളെ മിൻസ് ഒക്കെ വന്നു കഴിഞ്ഞ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കണമെന്നൊക്കെ പറഞ്ഞു അല്ലെ. അങ്ങനെ ഇന്ത്യയിലെ പല ആളുകളും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷ സ്വായത്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അവര് ആ ഒരു അറിവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജിൽ അവർ പ്രാവീണ്യം നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കോളനികളായിരുന്ന പല രാജ്യങ്ങളും അവരുടെ ഇപ്പൊ ബ്രിട്ടൻ ആണെങ്കിൽ അവരുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന അവരുടെ ലാംഗ്വേജ് അവർക്കും കൂടെ കൂടുതൽ ഈ കോളനികളായിരുന്ന രാജ്യങ്ങൾക്കും കൂടെ കൂടുതൽ കിട്ടാൻ തുടങ്ങി. കാരണം അവര് ആ കോളനിയിലായിരുന്ന ആ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രമേ ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സുഗമമായിട്ട് നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ അവരും ഇംഗ്ലീഷ് പഠിച്ചു. അപ്പോൾ ഇങ്ങനെ ബ്രിട്ടന് സൂര്യൻ ഉദിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ഉടമകളായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അത്രയും പ്രദേശങ്ങളിലെ ഒരു ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിട്ട് പരിണമിക്കുകയും ചെയ്തു. കാരണം അവിടെയുള്ള മിക്കവർക്കും തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിൽ അവർക്കൊരു അറിവ് ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഇംഗ്ലീഷ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു? ഒരു ആഗോള ഭാഷയായിട്ട് രൂപാന്തരപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അറിയത്തില്ലാത്ത ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഗോവയിലോ നമ്മള് ഡൽഹിയിലോ ഒക്കെ പോയിട്ട് നമുക്ക് ഈ ഒരു വേറെ ഭാഷകളൊന്നും അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ കുറച്ചു പേർക്കൊക്കെ ഇംഗ്ലീഷ് കുറച്ചുകൂടെ അറിയായിരിക്കും. അവര് കുറെയൊക്കെ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടാവും. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ഇപ്പം നമ്മൾ വില പേശുവാണെങ്കിലും ഒക്കെ നമുക്ക് ഇംഗ്ലീഷിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള മറുപടി നമുക്ക് തരും. അപ്പോൾ ഈ ആഗോള ഭാഷ ഇംഗ്ലീഷ് ആക്കിയത് നമുക്കും ഒരു കണക്കിന് ഒരുപാട് ഗുണങ്ങൾ തന്നിട്ടുമുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ട് സാക്ഷ്യം വഹിച്ച വിപ്ലവകരമായ മാറ്റത്തിനും സാവധാനത്തിൽ സംഭവിച്ച മാറ്റത്തിനും ഉദാഹരണം നൽകുക എന്നാണ് അടുത്തത് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമ്പർ 6 ആയിട്ട് 275-ാമത്തെ പേജില് Give 2 examples each of revolutionary and slow modes of change in the 20th century. വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് 1917-ലെ സോവിയറ്റ് യൂണിയന്റെ ജനനവും ഏഷ്യൻ ആഫ്രിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയും. അതായത് കാരണം കോളനികളൊക്കെ ഒരു കാലത്ത് സ്വതന്ത്രമാകുമെന്നുള്ള ചിന്ത നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം ബ്രിട്ടൻ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഭരിച്ചപ്പോൾ ബ്രിട്ടൻ ഇന്ത്യയിൽ ഭരിക്കട്ടെ, അവർ കുറച്ചുകൂടെ നല്ല കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് നൽകുമെന്നുള്ള ചിന്താഗതിയായിരുന്നു നമ്മുടെ ദേശീയ നേതാക്കന്മാർക്ക് പോലും ആദ്യ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മളെ ചൂഷണം ചെയ്യുന്നതിന്റെ രീതികളും മറ്റും മനസ്സിലാക്കി അവർ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടൻകാരെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തുരത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും സ്വാതന്ത്ര്യ സമര മുറകളും ഒക്കെ ആരംഭിച്ചത്. അപ്പോൾ ഇതിൽ വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നത് 1917 സോവിയറ്റ് യൂണിയന്റെ ജനനവും ഏഷ്യൻ ആഫ്രിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ പ്രാപ്തിയുമാണ്.
അതിനുശേഷം സാവധാനത്തിൽ സംഭവിച്ച മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സാംസ്കാരിക മേഖലയിൽ ആഗോളതലത്തിൽ സംഭവിച്ച മാറ്റങ്ങൾ. അത് രണ്ടും ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. വിപ്ലവകരമായ മാറ്റവും അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ മാറ്റം എന്താണെന്നും അതുകൂടാതെ സാവധാനത്തിലുണ്ടായ മാറ്റം എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാവധാനത്തിലുണ്ടായ മാറ്റമാണ് എന്ത്? സാംസ്കാരിക മേഖലയിൽ ആഗോളതലത്തിലുണ്ടായ മാറ്റങ്ങൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികാസവും അതുപോലെ തന്നെ വാർത്താവിനിമയ മാധ്യമങ്ങളുടെയും ആഗോളവൽക്കരണത്തിന്റെ വ്യാപനവും വഴി ഉണ്ടായ സാക്ഷരതാ വ്യാപനവും പുതിയ പ്രത്യയശാസ്ത്രങ്ങളുടെ വളർച്ചയും സാംസ്കാരിക മേഖലയിൽ സംഭവിച്ച സാവധാനത്തിലുള്ള മാറ്റങ്ങളാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ. ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. അങ്ങനെ 20ാം നൂറ്റാണ്ടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, 20ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് 20th സെഞ്ചുറി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിൽ ഉണ്ടായ മാറ്റങ്ങൾ. കാരണം നമുക്ക് കുറച്ച് പ്രാദേശിക ഭാഷകളൊക്കെ മാറ്റിയിട്ട് മാതൃഭാഷകളായിട്ട് കുറച്ചധികം ഭാഷകളെ തെരഞ്ഞെടുത്ത് അതിനെ മാതൃഭാഷകളായിട്ട് അംഗീകരിച്ചു എന്നുള്ള കാര്യവും ഓർക്കുക. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയെ ആഗോള ഭാഷയാക്കി നമ്മൾ മാറ്റി എന്നുള്ള കാര്യം ഓർക്കുക. പിന്നീട് പെട്ടെന്നുണ്ടായ വിവരവിനിമയ സാങ്കേതികതയിൽ ഉണ്ടായ മാറ്റമാണ് 20ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാന പ്രത്യേകത എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. കാരണം നമുക്കറിയാം വിമാനങ്ങള്, കമ്പ്യൂട്ടർ, ഫോണ് തുടങ്ങിയ വിവരവിനിമയ സാങ്കേതികതയിലൊക്കെ പെട്ടെന്നുണ്ടായ മാറ്റം പ്രകടമായത് 20ാം നൂറ്റാണ്ടിലാണ്. പിന്നെ നമുക്ക് കോളനികൾ സ്വതന്ത്രമായെന്നുള്ള കാര്യം 20ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു വരുന്നതാണ്. പിന്നെ നമ്മുടെ കോളനികളായിരുന്ന രാജ്യങ്ങൾ ശക്തമായ ദേശീയ രാജ്യങ്ങളായിട്ട് മാറുകയും അവര് പ്രാഥമിക വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനും നിർബന്ധിത വിദ്യാഭ്യാസത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ആ ഒരു 28th ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ കേട്ടോ. നമുക്ക് ഈ 29th ചാപ്റ്റർ നമുക്ക് പഠിക്കാനില്ലാത്തതാണ് കേട്ടോ. ജസ്റ്റ് ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് വയ്ക്കുക. 276ാമത്തെ പേജിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു സൈഡിൽ ഒരു ഇൻറ്റു മാർക്ക് ഇട്ടാൽ മതി. 29ാമത്തെ ചാപ്റ്റർ പഠിക്കാനില്ലാത്തതാണ്. നമുക്ക് നേരെ 30ാമത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ഏർലി സ്റ്റേറ്റ്സ്, അതായത് 279ാമത്തെ പേജ് എടുക്കുക. 279 279 ആ പേജ് എടുക്കുക. ചാപ്റ്റർ 30 30ാമത്തെ ചാപ്റ്ററിൽ പ്രാചീന രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഏർലി സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പൊ പ്രാചീന രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ആളുകൾ, അതായത് വിദേശീയര് വന്ന് അവിടെ കൈയടക്കി ആധിപത്യം സ്ഥാപിച്ച് അവിടെ കോളനികളാക്കുന്നതിന് മുൻപുള്ള രാഷ്ട്രങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മഹാജനപദങ്ങള്, അതുപോലെ തന്നെ പ്രജാധിപത്യപരമായ ജനപദങ്ങളെ കുറിച്ചും അതുപോലെ മൗര്യന്മാരെ കുറിച്ചും ഗുപ്തന്മാരെ കുറിച്ചും ചോള രാജാക്കന്മാരെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരേണ്ടത്. കാരണം നമ്മുടെ ഇന്ത്യയിലേക്ക് മറ്റ് ആളുകൾ, അതായത് വിദേശീയരൊക്കെ വന്ന് ഭരണം നടത്തുന്നതിന് മുൻപ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രജാപത്യപരമായ മഹാജനപദങ്ങളും ഏകാധിപത്യപരമായ മഹാജനപദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മഹാജനപദാസ് ആൻഡ് മൊണാർക്കിക്കൽ മഹാജനപദാസ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ സ്റ്റേറ്റ്സും ചിലപ്പോൾ ജനാധിപത്യം എന്ന ഒരു ആശയത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആശയങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ട്. ഇപ്പൊ ജനാധിപത്യ രാഷ്ട്രത്തിന് ഒരു ഉദാഹരണമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതുകൂടാതെ പ്രജാപത്യപരമായ അല്ലെങ്കിൽ ഏകാധിപത്യപരമായ രാജ്യങ്ങളും നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പൊ മുസോളിനിയും ഹിറ്റ്ലറും ഒക്കെ ഏകാധിപത്യ സമ്പ്രദായം പിന്തുടർന്ന ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ പ്രാചീന കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഏർലി സ്റ്റേറ്റ്സിലും ഇത്തരത്തിലുള്ള ജനപദാസ്, അതായത് ഏകാധിപത്യപരമായിട്ട് ഭരണം നടത്തിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രജകളുടെ ക്ഷേമവും മറ്റും അന്വേഷിച്ച് അവർക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഭരണം നടത്തിയിരുന്ന മഹാരാജാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ഏകാധിപത്യപരമായ മഹാജനപദങ്ങളാണ്. അടയാളപ്പെടുത്തി വെക്കണം. രാജാവ് അല്ലെങ്കിൽ കുലപതിയായിരുന്നു രാജാർത്തിയുടെ തലവൻ എന്ന് പറയുന്നത്. അതായത് എല്ലാ അധികാരങ്ങളും രാജാവിൽ കേന്ദ്രീകൃതമായിരുന്നു. അപ്പോൾ ഏകാധിപത്യം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? ഒരു മനുഷ്യൻ, അതായത് ഏകനായ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കീഴിൽ അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മറ്റു രാജ്യത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു സമ്പ്രദായമാണ് ഏകാധിപത്യ ഭരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ,
ഇനി ഈ സംവിധാനത്തിൽ വേദകർമ്മങ്ങൾക്കും ബ്രാഹ്മണർക്കും വലിയ പ്രാധാന്യം നൽകിയിരുന്നു. കാരണം ഏകനായ ഒരു വ്യക്തിക്ക്, അദ്ദേഹമായിരുന്നു രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം വേദങ്ങൾക്കും അതുപോലെ തന്നെ ബ്രാഹ്മണന്മാർക്കുമൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. മതപരമായ പല യാഗങ്ങളും അവര് നടത്തിയിരുന്നു. അതായത് ഏകാധിപതികളായ രാജാക്കന്മാര് മതപരമായ ഒരുപാട് കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. മഹാജനപദികളിൽ രണ്ടാമത്തെ ഭാഗമായിരുന്നു പ്രജാപത്യപരമായ മഹാജനപദം. അപ്പോൾ ഏകാധിപത്യത്തിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതിന്റെ കുലപതിയായിരുന്നു അല്ലെങ്കിൽ രാജാവായിരുന്നു ആ രാജ അതിർത്തിയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൂടാതെ ബ്രാഹ്മണന്മാർക്കും വേദങ്ങൾക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. മത അധിഷ്ഠിതമായ ഒരുപാട് കർമ്മങ്ങളും അതുപോലെ യാഗങ്ങളും ഒക്കെ നടത്തിയിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് ഏകാധിപത്യപരമായ മഹാജനപദങ്ങളിൽ അല്ലെങ്കിൽ രാജാധികാരത്തിൽ കീഴിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രജാപത്യപരമായ മഹാജനപദമാണ്. അടയാളപ്പെടുത്തി വെക്കണേ. ഏകാധിപത്യപരമായ മഹാജനപദങ്ങളിൽ നിന്ന് വ്യത്യസ്തങ്ങളായിരുന്നു ഈ വിഭാഗം എന്ന് പറയുന്നത്. കാരണം പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രജകളുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണമാണ് പ്രജാപത്യ ഭരണ മഹാജനപദങ്ങളിൽ നടന്നിരുന്നത്. ഇനി രാജാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം അംഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവയായിരുന്നു രാജാവ് എന്ന് പറയുന്ന വ്യക്തി. കാരണം രാജാവിനെ പാരമ്പര്യം മൂലം നിയമിക്കുന്നതോ അല്ലെങ്കിൽ മുൻ രാജാവ് നിയമിക്കുന്നതോ ആയിരുന്നില്ല രാജാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. ആ രാജാവിനെ ആളുകൾ, രാജാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് പീപ്പിൾസ് എന്ന് പറയുന്ന ആൾക്കാര് കൂടി ചേർന്ന് തെരഞ്ഞെടുക്കുന്ന ആളെയാണ് അവര് രാജാവായിട്ട് വാഴിക്കുക. നമ്മുടെ ഈ രീതിയിൽ ജനാധിപത്യപരമായ രീതിയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സിസ്റ്റം ഓർത്താൽ മതി. കാരണം നമ്മൾ പ്രധാനമന്ത്രിനെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് ഒരു കൗൺസിൽ ഓഫ് മന്ത്രിമാരാണ് അല്ലെ. മന്ത്രിമാരെല്ലാം കൂടി തീരുമാനിച്ച് അവര് വോട്ട് ചെയ്താണ് ഒരു പ്രധാനമന്ത്രിയെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് പ്രജാപത്യപരമായ മഹാജനപദയിലും രാജാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നത്. സഭ എന്ന് വിളിക്കുന്ന പ്രത്യേക അസംബ്ലി ഈ സംവിധാനത്തിൽ ഉണ്ടായിരുന്നു. സഭയിൽ അതിലെ അംഗങ്ങൾ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചർച്ചകൾ നടത്തുകയും വോട്ടിങ്ങിന് ഇടുകയും മറ്റും ചെയ്തിരുന്നു. കാരണം അവര് ചർച്ചകൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർ ചർച്ച ചെയ്ത് ആ സഭയിൽ തീരുമാനങ്ങൾ എടുത്തതിന് ശേഷമാണ് ഓരോ നയങ്ങളും പരിപാടികളും അവര് പ്രാവർത്തികമാക്കിയിരുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഇത്തരം അസംബ്ലികളിൽ 7707 രാജാസ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ രാജാസ് എന്ന് പറയുന്ന ആളുകൾ കൂടി ചേർന്ന ഒരു സഭയാണ് ഇത്തരത്തില് പ്രജാപത്യപരമായ മഹാജനപദങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് അല്ലെങ്കിൽ രാജാവിനെ സഹായിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. ഈ രാജാവിന് പ്രത്യേക കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു. ഈ രാജാസിന് പ്രത്യേക കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു. ഇത്തരം ഭൂമികളിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് അവർ കൃഷി നടത്തിയിരുന്നു. ഈ രണ്ടാമത്തെ വിഭാഗം ജനപദങ്ങൾ വേദയാഗങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രജാപത്യപരമായ മഹാജനപദങ്ങളും ഏകാധിപത്യപരമായ മഹാജനപദങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ അല്ലെ. ഏകാധിപത്യപരമായ മഹാജനപദങ്ങളിൽ രാജാവായിരുന്നു കേന്ദ്രസ്ഥാനം. പക്ഷേ പ്രജാപത്യപരമായ മഹാജനപദങ്ങളിൽ രാജാസ് എന്നറിയപ്പെടുന്ന ഒരു സഭയിലെ അംഗങ്ങൾ കൂടി ചേർന്നാണ് രാജാവിനെ തിരഞ്ഞെടുത്തിരുന്നത്. പ്രജകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഓരോ നയങ്ങളും തീരുമാനങ്ങളും എടുക്കുന്നത് ഇവരുടെ സഭകൾ കൂടി അവിടെ ചർച്ച ചെയ്താണ് ഓരോ തീരുമാനങ്ങളും എടുത്തിരുന്നത്. അതുകൂടാതെ പ്രജാപത്യപരമായ മഹാജനപദങ്ങളിൽ അവർ വേദങ്ങൾക്കോ അല്ലെങ്കിൽ മതപരമായ അനുഷ്ഠാനങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി മഗധയുടെയും മൗര്യന്മാരുടെയും ഉയർച്ച വിവരിക്കുക. അപ്പോൾ മഗധ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മൗര്യ സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ പ്രാചീന രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്ന ഒന്നാണ് കേട്ടോ. അത് മൗര്യന്മാരും അതുപോലെ തന്നെ ഗുപ്തന്മാരും പിന്നെ ചോള രാജാക്കന്മാരും ഒക്കെ പ്രാചീന രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്നും കൂടെ മനസ്സിലാക്കി വെക്കണം. ഇപ്പം ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഈ 3 മഹാജനപദങ്ങളെ പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താനുള്ള, അതായത് നല്ല മാർക്ക് കിട്ടാനുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വരും. ഓക്കെ, ചന്ദ്രഗുപ്ത മൗര്യന്റെ കീഴിൽ മഗധയിൽ വിസ്തൃതമായ ഒരു സാമ്രാജ്യം BC 4-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു. നന്ദന്മാരെ പുറത്താക്കിയാണ് മൗര്യർ ഈ സാമ്രാജ്യം സ്ഥാപിച്ചത്. BC 321 മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ അധികാരമേൽക്കുന്നത്. കൗടില്യൻ എന്ന ഒരു ബ്രാഹ്മണന്റെ സഹായത്തോടെയാണ് ചന്ദ്രഗുപ്തൻ അധികാരം പിടിച്ചെടുത്തത്.
അപ്പോൾ ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്നത് മൗര്യ സാമ്രാജ്യത്തിലെ വളരെ പ്രശസ്തനായ ഒരു രാജാവാണെന്നുള്ള കാര്യം ഓർക്കുക. മൗര്യ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ ചന്ദ്രഗുപ്തനെയും അതുപോലെ തന്നെ സമുദ്രഗുപ്തനെയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ചന്ദ്രഗുപ്തന്റെ മകനാണ് സമുദ്രഗുപ്തൻ. അപ്പൊ ഇവരൊക്കെ മൗര്യ സാമ്രാജ്യത്തിന് അധികം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള രാജാക്കന്മാരാണ്. പിന്നെ ചാണക്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കൗടില്യൻ എന്നറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണനാണ് ഈ ചന്ദ്രഗുപ്തന്റെ എല്ലാവിധ ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ എല്ലാവിധ നയതന്ത്ര പരിപാടികളിലും അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വിശദമായിട്ട് ചരിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചാണക്യ തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ, എവിടെയെങ്കിലൊക്കെ വായിച്ചിട്ടുണ്ടാവും ചാണക്യ തന്ത്രങ്ങൾ അല്ലെങ്കിൽ കൗടില്യന്റെ അർത്ഥശാസ്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലയിടത്തൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ കൗടില്യൻ എന്ന് പറയുന്നതും ചാണക്യൻ എന്ന് പറയുന്നതും രണ്ട് രീതിയിൽ പറഞ്ഞെങ്കിലും അത് ഒരൊറ്റ വ്യക്തിയാണ്. കൗടില്യൻ എന്നും ചാണക്യൻ എന്നും പറയപ്പെടുന്നത് ഒരു ബ്രാഹ്മണനാണ്. അപ്പൊ അദ്ദേഹം ചന്ദ്രഗുപ്തന്റെ രാജ അധികാരത്തിലും അല്ലെങ്കിൽ രാജപദവി നിർണയിക്കുന്നതിലും ഒക്കെ ഒരുപാട് പ്രാധാന്യം അല്ലെങ്കിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുണ്ട്. സിംഹാസനം പിടിച്ചെടുക്കുന്നതിലും അത് നിലനിർത്തുന്നതിലും കൗടില്യൻ ചന്ദ്രഗുപ്തന്റെ സഹായിയും വഴികാട്ടിയുമായിരുന്നു. അടയാളപ്പെടുത്തി വെക്കുക. കൗടില്യന്റെ സഹായത്തോടെ ഒരു സൈന്യത്തെ സംഘടിപ്പിച്ച് ചന്ദ്രഗുപ്തൻ നന്ദവംശത്തിലെ അവസാനത്തെ രാജാവായ ധനനന്ദന്റെ ക്രൂരഭരണം അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ തലസ്ഥാനം പിടിച്ചടക്കുകയും ചെയ്തു. പിന്നീട് ചന്ദ്രഗുപ്തൻ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് നീങ്ങുകയും അലക്സാണ്ടർ അവശേഷിപ്പിച്ചു പോയ ഗ്രീക്ക് സൈന്യത്തെ നിശേഷം തുടച്ചു മാറ്റുകയും ചെയ്തു. ധനനന്ദന്റെ ജനപിന്തുണയില്ലായ്മയും ചാണക്യന്റെ നയതന്ത്രജ്ഞതയും ചന്ദ്രഗുപ്തന്റെ യുദ്ധ വൈദഗ്ധ്യവും ഇവയെല്ലാം മൗര്യ സാമ്രാജ്യത്തിന്റെ വിജയത്തിന്റെ കാരണങ്ങളായിരുന്നു. അടയാളപ്പെടുത്തി വെക്കേണ്ട ഒന്നാണ് അതെ. കാരണം മൗര്യ സാമ്രാജ്യം ഉണ്ടായത് അല്ലെങ്കിൽ അഭിവൃദ്ധി പ്രാപിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ നന്ദ രാജാക്കന്മാരെന്ന് പറയുന്ന ഒരു രാജവംശം ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അപ്പൊ അതിലെ അവസാനത്തെ രാജാവായ ധനനന്ദൻ എന്ന് പറയുന്ന ആളെ പരാജയപ്പെടുത്തിയിട്ടാണ് ചന്ദ്രഗുപ്തൻ തന്റെ മൗര്യ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടത്. അപ്പോൾ ഈ ധനനന്ദൻ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ക്രൂരനായ ഒരു വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ ക്രൂരനായ ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ ഏകാധിപത്യപരമായ ഒരു ഭരണമാണ് നിലനിന്നിരുന്നത്. അതെല്ലാം ജനങ്ങളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനം ചന്ദ്രഗുപ്ത മൗര്യന് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. അതുകൂടാതെ നമുക്ക് ഇപ്പം നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉന്നതിയിൽ എത്താൻ സാധിക്കുമെന്നൊക്കെ നമുക്കറിയാം അല്ലെ. അതുപോലെ ചന്ദ്രഗുപ്തനെ വളരെയധികം സഹായിച്ച ഒരു വ്യക്തിയാണ് കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ. അദ്ദേഹത്തിന്റെ നയതന്ത്രജ്ഞ കഴിവുകള്, അദ്ദേഹത്തിന് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ കഴിവുകളും അറിവും ഉണ്ടായിരുന്നു. അപ്പൊ ആ അറിവും കഴിവുകളും ഈ കൗടില്യൻ ചന്ദ്രഗുപ്തന്റെ വിജയത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ചന്ദ്രഗുപ്തന് വേണ്ടിയിട്ട് ആ കഴിവുകളൊക്കെ പുറത്തെടുത്ത് അദ്ദേഹത്തിന് ഉപദേശങ്ങൾ നൽകുകയും അദ്ദേഹത്തെ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കാനായിട്ട് ഒരുപാട് സഹായിക്കുകയും ചെയ്തു. പിന്നീട് ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറയുന്നത് വളരെയധികം യുദ്ധ നൈപുണ്യമൊക്കെ ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അപ്പോൾ അതെല്ലാം മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന് വഴിവെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ട് ഉള്ള കാര്യങ്ങൾ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. ഇനി എപ്രകാരമാണ് ഇപ്പൊ മൗര്യ സാമ്രാജ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മൗര്യ സാമ്രാജ്യത്തിലെ ചന്ദ്രഗുപ്തനും സമുദ്രഗുപ്തനും ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഇനി ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഏർലി സ്റ്റേറ്റ്സില് അല്ലെങ്കിൽ പ്രാചീന രാഷ്ട്രങ്ങളില് മൗര്യ സാമ്രാജ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഗുപ്ത സാമ്രാജ്യമാണ് പ്രധാനപ്പെട്ടായിട്ട് വരുന്നത്. ഗുപ്ത സാമ്രാജ്യം എങ്ങനെയാണ് വികാസം പ്രാപിച്ചതെന്നാണ് നമ്മൾ ഇനി അടുത്തത് കാണുന്നത്. ഗുപ്ത സാമ്രാജ്യ വിസ്തൃതി മൗര്യന്മാരോളം വന്നില്ലെങ്കിലും ഏതാണ്ട് പകുതിയോളം വടക്കു ഭാഗവും ഉപഭൂഖണ്ഡത്തിന്റെ കേന്ദ്രഭാഗങ്ങളും വളരെ ഗുപ്ത സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. കാരണം ഗുപ്ത സാമ്രാജ്യത്തിന്റെ വിസ്തൃതി എവിടം വരെയാണെന്നുള്ളത് നമുക്കൊരു അവബോധം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ മൗര്യ സാമ്രാജ്യത്തിന്റെ അത്രയും ഇല്ലായിരുന്നു എന്നുള്ള കാര്യവും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രബിന്ദു രാജാവ് തന്നെയായിരുന്നു. അപ്പൊ ഇവരും രാജാവ് തന്നെയായിരുന്നു ഭരണ സംവിധാനങ്ങളും ഒക്കെ നയിച്ചിരുന്നത്. സിവിൽ ഭരണത്തിന്റെയും സൈന്യത്തിന്റെയും നീതിന്യായ സംവിധാനത്തിന്റെയും തലവൻ രാജാവായിരുന്നു. അടയാളപ്പെടുത്തി വെച്ചോളുക. കാരണം ഗുപ്ത സാമ്രാജ്യത്തില് രാജാവിനായിരുന്നു കേന്ദ്രസ്ഥാനം ഉണ്ടായിരുന്നത്. അതൊരു ഏകാധിപത്യ മഹാജനപദമായിരുന്നു എന്നുകൂടെ ഓർത്തു വെക്കുക. എന്നാൽ അതേസമയം അവർ അനിയന്ത്രിതമായ സ്വേച്ഛാധിപതികളായിരുന്നില്ല. മന്ത്രിമാരും ഉയർന്ന ഉദ്യോഗസ്ഥരും സമൂഹത്തിലെ മുതിർന്നവരുമായും അദ്ദേഹം അധികാരം പങ്കിട്ടിരുന്നു. ഓക്കെ, ഗുപ്ത സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ രാജാവായ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ മഹാരാജാതിരാജ എന്ന സ്ഥാനപദവി സ്വീകരിച്ചു. ലിച്ചാവി രാജകുമാരി അദ്ദേഹം വിവാഹം കഴിച്ചു. അതുവഴി മഗധി ഗുപ്തന്മാരുടെ അധീനതയിൽ കൊണ്ടുവന്നിട്ടുണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. പ്രയാഗ ഗുപ്തന്മാരുടെ കീഴിലായിരുന്നു. ഗുപ്തന്മാരുടെ യുഗം ആരംഭിക്കുന്നത്
320 BC-യിലാണ്. ചന്ദ്രഗുപ്തൻ 330 BC-യിൽ സമുദ്രഗുപ്തനെ തന്നെ പിൻഗാമി അവരോധിച്ചു. അലഹാബാദ് സ്തംഭ ലിഖിതമാണ് സമുദ്രഗുപ്തന്റെ നേട്ടങ്ങളെ കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നത്. ഗുപ്ത അധികാരം വികസിപ്പിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സമുദ്രഗുപ്തൻ ഒരു ആക്രമണ പരമ്പര തന്നെ സംഘടിപ്പിച്ചു. വടക്കേ ഇന്ത്യയിലും മധ്യേന്ത്യയിലുമായി 9 രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ അദ്ദേഹം ഡെക്കാനിലെയും ദക്ഷിണേന്ത്യയിലെയും 12 രാജാക്കന്മാരെയും തോൽപ്പിച്ചു. മധ്യ ഇന്ത്യയിലെ 18 രാജ്യങ്ങളും സമുദ്രഗുപ്തൻ കീഴടക്കി. അതിർത്തി സംസ്ഥാനങ്ങളും സമുദ്രഗുപ്തൻ തന്റെ കീഴിൽ കൊണ്ടുവന്നു. വടക്ക് ഹിമാലയം മുതൽ തെക്ക് നർമ്മദ വരെയും കിഴക്ക് ബ്രഹ്മപുത്രം മുതൽ പടിഞ്ഞാറ് ചമ്പൽ വരെയും വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യം. ഇപ്പം സമുദ്രഗുപ്തന്റെ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെക്കുക, ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക കേട്ടോ. BC 380-ൽ സമുദ്രഗുപ്തൻ ചന്ദ്രഗുപ്തൻ രണ്ടാമനെ അധികാരത്തിൽ നിയമിച്ചു. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അതിക്രമണങ്ങളുടെയും വിവാഹ ബന്ധങ്ങളുടെയും തന്റെ സാമ്രാജ്യത്തെ പരമാവധി വികസിപ്പിച്ചു. അപ്പോൾ നമുക്കറിയാം പല രാജാക്കന്മാരും വിവാഹ ബന്ധങ്ങളിലൂടെ തങ്ങളുടെ സാമ്രാജ്യം വികസിപ്പിച്ച വ്യക്തികളാണ്, അല്ലെങ്കിൽ മറ്റ് രാജാക്കന്മാരുമായിട്ട് ഒരു ബന്ധം നിലനിർത്തിയ ആൾക്കാരാണ്. ഇപ്പൊ മുഗൾ സാമ്രാജ്യത്തിൽ നോക്കുകയാണെങ്കിൽ തന്നെ പല രാജാക്കന്മാരും രജപുത്രരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവരുമായിട്ട് ഒരു സൗഹാർദ്ദം നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ സമുദ്രഗുപ്തനും അതുപോലെ തന്നെ ചന്ദ്രഗുപ്തനും ഒക്കെ വിവാഹ ബന്ധങ്ങളിലൂടെ തങ്ങളുടെ സാമ്രാജ്യത്തെ പരമാവധി വികസിപ്പിച്ച ആളുകളാണ്. ബംഗാളും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ ചെറിയ റിപ്പബ്ലിക്കുകളെയും കീഴടക്കിയ ശേഷം ചന്ദ്രഗുപ്തൻ ശാകന്മാർക്കെതിരെ യുദ്ധം ചെയ്ത് ശാകന്മാരുടെ പ്രദേശങ്ങൾ ഗുപ്ത സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ തന്റെ സാമ്രാജ്യം വിപുലീകരിക്കുക മാത്രമല്ല ഏകീകരിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടെ അടയാളപ്പെടുത്തി വയ്ക്കാം. കലയെയും സാഹിത്യത്തെയും അദ്ദേഹം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പൊ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്ന ഗുപ്ത രാജാവ് അദ്ദേഹം കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതുകൂടാതെ തന്റെ സാമ്രാജ്യം വിപുലീകരിക്കുകയും അത് ഏകീകരിക്കുകയും കൂടെ ചെയ്തു. കാരണം വിപുലീകരിച്ച് പലയിടത്തായിട്ട് കൊണ്ടിടുകയല്ല ചെയ്തത്, അദ്ദേഹം അതിലെ ഭരണരീതികളും അതുപോലെ തന്നെ അതിലെ ഭരണ പ്രവർത്തനങ്ങളും ഒക്കെ ഏകീകരിച്ച് അത് തന്റെ അധീനതയിലാക്കാൻ വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ചൈനീസ് സഞ്ചാരിയായ ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത്. അതായത് ഒരുപാട് ചൈനീസ് സഞ്ചാരികളും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളൊക്കെ ഇന്ത്യയിൽ എത്തുകയും ഇന്ത്യയിലെ രാജാക്കന്മാരെയൊക്കെ അതായത് നമ്മുടെ രാജാക്കന്മാരെയൊക്കെ കാണുകയും അവരുടെ ഭരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ രീതികളെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫാഹിയാന്റെയും ഒക്കെ രചനകളിലൂടെ നമുക്ക് പ്രാചീന കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു, അത് അവിടുത്തെ രാജാക്കന്മാർ എങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിൽ സഞ്ചാരികളായിട്ട് വന്നിട്ടുള്ള ചില ചരിത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഫാഹിയാൻ എന്ന് പറയുന്ന വ്യക്തി ചൈനീസ് സഞ്ചാരി ഇന്ത്യ സന്ദർശിച്ചത് നമ്മുടെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യന്റെ കാലഘട്ടത്തിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കണം. കാരണം വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ഗുപ്ത സാമ്രാജ്യത്ത് പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ചന്ദ്രഗുപ്തൻ ഒന്നാമനെ ഓർത്തു വെക്കാം, സമുദ്രഗുപ്തനെ ഓർത്തു വെക്കാം, അതുകൂടാതെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ എന്ന് പറയുന്ന രാജാവിനെയും കൂടെ ഓർത്തു വെക്കുക. വിക്രമാദിത്യൻ എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ചൊക്കെ നമ്മൾ ചില കഥപുസ്തകങ്ങളോ അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ, എഴുതപ്പെട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനാണ് ഈ വിക്രമാദിത്യൻ എന്നറിയപ്പെടുന്ന മഹാരാജാവ്. ഇപ്പൊ ഈ 3 രാജാക്കന്മാരെ ഓർത്തു വെക്കുക. തങ്ങളുടെ ഗുപ്ത സാമ്രാജ്യത്തെ വികസിപ്പിക്കാനായിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചാൽ മതി. ഇനി നമുക്ക് ചോള സാമ്രാജ്യത്തിന്റെ പരിണാമം വിലയിരുത്തുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കണ്ടിട്ടുള്ളത്. അസസ് ദ ഇവാല്യൂഷൻ ഓഫ് ചോള അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലുള്ള ഒരു രാജ പദവിയാണ് അല്ലെങ്കിൽ രാജവംശമാണ് ചോള രാജവംശം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഗുപ്തന്മാരെ കണ്ടതും അതുപോലെ തന്നെ മൗര്യന്മാരെ കണ്ടതും ഒക്കെ ഡൽഹി അതുപോലെ തന്നെ മഹാരാഷ്ട്ര തുടങ്ങിയ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രാജാക്കന്മാരാണ്, അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ രാജാക്കന്മാരാണ് ഈ ഗുപ്ത രാജവംശവും അതുപോലെ തന്നെ മൗര്യ രാജവംശവും. പക്ഷെ ചോള രാജാക്കന്മാരെന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ രാജാക്കന്മാരാണ്. പ്രത്യേകിച്ച് തമിഴ്നാടും ഒക്കെ ആയിട്ട് കേന്ദ്രീകരിച്ചാണ് അവരുടെ ഭരണം നിലനിന്നിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ചോള രാജാക്കന്മാരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതില് കൃത്യമായിട്ട് ചരിത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല എങ്കിലും അവര് സിനിമയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ചോള രാജാക്കന്മാരെന്ന് പറയുമ്പോൾ പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്ന സിനിമയിൽ ചോള രാജാക്കന്മാരെ കുറിച്ചാണ് കൂടുതലായിട്ട് അവർ പറയുന്നത്.
അപ്പോൾ ചോള സാമ്രാജ്യം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു രാജ്യ അല്ലെങ്കിൽ രാജവംശമാണെന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക. ദക്ഷിണേന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജവംശമായിരുന്നു ചോളന്മാരുടേത്, അടയാളപ്പെടുത്തി വെക്കുക. ഇവരെ കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് സംഘകൃതികളിൽ നിന്നും അശോകന്റെ ശാസനകളിൽ നിന്നുമാണ്. അപ്പോൾ സംഘകൃതികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പ്രാചീന സംഘകൃതികൾ എന്ന് പറയുന്നത് നമുക്ക് ആ ചരിത്രങ്ങൾ ഒക്കെ കിട്ടുന്ന ഒരു ഗ്രന്ഥമാണ്. അപ്പൊ സംഘകൃതികളിൽ നിന്നും അശോകന്റെ ശാസനകളിൽ നിന്നും, അതായത് അശോകന്റെ നിയമസംഹിതകളിൽ നിന്നും ഒക്കെയാണ് നമുക്ക് ചോള സാമ്രാജ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നത്. പിന്നീട് അതിന്റെ പതനത്തിന് ശേഷം AD 847 വിജയലയ ചോളൻ രണ്ടാം ചോള സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു. അവരുടെ തലസ്ഥാനം തഞ്ചാവൂർ ആയിരുന്നു. അപ്പൊ തഞ്ചാവൂർ എന്നുള്ള കാര്യം ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. തഞ്ചാവൂർ തലസ്ഥാനമാക്കിയിട്ടാണ് ചോള സാമ്രാജ്യം നിലനിന്നിരുന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ചോള രാജാക്കന്മാർ വളരെ കൃത്യതയുള്ളതായ ഒരു ഭരണ സംവിധാനമാണ് നിലനിർത്തിയിരുന്നത്. പല രാജാക്കന്മാരും അവരുടെ ഭരണത്തെ വളരെയധികം കൃത്യമായിട്ട് അവരുടെ പ്രാദേശിക ഭരണം നിർവഹിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കാരണം പല രീതിയിൽ ജനപദങ്ങളെയൊക്കെ വിഭജിച്ചാണ് അവര് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ ചോള രാജാക്കന്മാര് ഇത്തരത്തില് ഒരു നല്ല ഭരണ സംവിധാനം നിലനിർത്തിയിരുന്ന ആൾക്കാരാണെന്നുള്ള കാര്യം കൂടെ അടയാളപ്പെടുത്തി വെക്കണം. ഭരണത്തിന്റെ സൗകര്യത്തിനായി ഇതിനെ 3ആയിട്ട് തിരിച്ചിരുന്നു. ഒന്ന് കേന്ദ്ര ഭരണം, 2 പ്രാദേശിക ഭരണം, 3 പറയുന്നത് ഗ്രാമ സ്വയം ഭരണം. ഓക്കെ, ആ 3 കൂടെ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. ഭരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അവര് കേന്ദ്ര ഭരണമെന്നും പ്രാദേശിക ഭരണമെന്നും ഗ്രാമ സ്വയംഭരണം എന്ന രീതിയിൽ 3ആയിട്ട് അവരുടെ സാമ്രാജ്യത്തെ വിഭജിച്ചിരുന്നു. നമ്മളും നമ്മുടെ ഇന്ത്യയെ പല രീതിയിൽ വിഭജിച്ചിട്ടുണ്ട് അല്ലെ. കാരണം ഒരു കേന്ദ്ര വ്യവസ്ഥിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ ഓരോ പ്രദേശത്തെയും അല്ലെങ്കിൽ ഓരോ ഗ്രാമങ്ങളിലെയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ പ്രധാനമന്ത്രിനെ കൊണ്ട് തന്നെ ഇപ്പൊ ഇത്രയും വലിയൊരു രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനോ നോക്കി നടത്തുവാനോ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തെ പ്രദേശങ്ങളായിട്ട് വിഭജിച്ച് ഒരു പ്രാദേശിക രീതിയിലുള്ള ഭരണമാണ് നടത്തിക്കൊണ്ട് വരുന്നത്. ഗ്രാമങ്ങളായിട്ടും താലൂക്കുകളായിട്ടും സംസ്ഥാനങ്ങളായിട്ടും ഒക്കെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ വിഭജിച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മുടെ ചോള രാജാക്കന്മാരും അവരുടെ പ്രദേശത്തെ വിഭജിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അവരുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് കേന്ദ്ര ഭരണമാണ്. അതിലെ കേന്ദ്ര ഭരണത്തിന്റെ തലവൻ അല്ലെങ്കിൽ കേന്ദ്ര ഭരണം നടത്തിയിരുന്നത് രാജാവാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. എല്ലാ ഭരണത്തിന്റെയും തലവൻ രാജാവായിരുന്നു. പരമ്പരാഗതമായിട്ടാണ് രാജാധികാരം ലഭിച്ചിരുന്നത്. അദ്ദേഹത്തെ ഭരണകാര്യങ്ങളിൽ സഹായിക്കാൻ മന്ത്രിമാരുണ്ടായിരുന്നു. അപ്പം രാജാധികാരം എന്ന് പറയുന്നത് അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്നുള്ള കാര്യം അടയാളപ്പെടുത്തി വെക്കുക. പിന്നെ രാജാവിനെ സഹായിക്കാൻ മന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി മന്ത്രിമാരുടെ കൗൺസിൽ ഉദയൻ കൂട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമുക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതുപോലെ തന്നെ അപ്പൊ രാജ്യസഭ ലോകസഭ എന്നൊക്കെ നമുക്കുള്ളതുപോലെ ഇവര് മന്ത്രിമാരുടെ കൗൺസിൽ അറിയപ്പെടുന്നത് ഉദയൻ കൂട്ടം എന്നാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കണേ, അടയാളപ്പെടുത്തി വെച്ചോണേ. 1 വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി വെക്കാൻ സാധിക്കും. ഇവരുടെ ചുമതല ദിനം പ്രതിയുള്ള ഭരണവും രാജാവിന്റെ ഉത്തരവുകളും നിയമങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കലുമാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് ഒലൈ നായകവും ക്ലർക്ക് എന്ന് പറയുന്നത് വിദ്യാധികാരി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുമാണ് ഈ ക്ലർക്കും സെക്രട്ടറിയുമായിട്ട് നിലനിന്നിരുന്നത്. അതായത് ആ സെക്രട്ടറിക്ക് പറയുന്ന പേരാണ് ഒലൈ നായകം, അതുപോലെ തന്നെ ക്ലർക്കിന് പറയുന്ന പേരാണ് വിദ്യാധികാരി. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു പദവിയുടെ പേരാണ് കേട്ടോ, അതിപ്പോ ഒരു വ്യക്തിയുടെ പേരല്ല. നമുക്ക് ഗവർണർ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയുടെ പേരല്ലോ, ആ ഒരു സ്ഥാനത്തിന് വരുന്ന പേരല്ലേ. അപ്പൊ ആ രീതിയിൽ ഇതും കൂടെ കണ്ടാൽ മതി. ഒലൈ നായക് എന്ന് പറയുന്നതും വിദ്യാധികാരി എന്ന് പറയുന്നതും ആ സ്ഥാനപ്പേരാണെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഇനി രാജാവിന്റെ പ്രാദേശിക ഭരണം അല്ലെങ്കിൽ ചോള രാജാക്കന്മാരുടെ പ്രാദേശിക ഭരണം എപ്രകാരമായിരുന്നു എന്നുള്ളതാണ് അടുത്തത് കാണുന്നത്. രാജ്യത്തെ ആദ്യം രാജ്യമാണ്, അതിനുശേഷം രാജ്യത്തെ മണ്ഡലങ്ങളായിട്ട് തിരിക്കുകയാണ് ഉണ്ടായത്. മണ്ഡലങ്ങളെ വലനാടുകൾ എന്നറിയപ്പെടുന്ന വിഭാഗങ്ങളാക്കി മാറ്റി. വലനാടുകളെ നാടുകൾ എന്ന് പറയുന്ന വിഭാഗമാക്കി, നാടുകളെ കൂട്ടങ്ങൾ എന്ന് പറയുന്ന വിഭാഗമാക്കി മാറ്റി, കൂട്ടങ്ങളെ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന വിഭാഗമാക്കി മാറ്റി. അപ്പൊ ഈ രീതിയിൽ രാജ്യം, മണ്ഡലങ്ങള്, വളനാടുകള്, നാടുകള്, കൂട്ടങ്ങള്, ഗ്രാമങ്ങള്, ഇപ്പൊ ഇങ്ങനെ 6ആയിട്ട് രാജ്യത്തെ വിഭജിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വയ്ക്കുക. അടയാളപ്പെടുത്തിയില്ല അല്ലെ? കാരണം നമുക്ക് ഇങ്ങനെ പ്രാദേശിക ഭരണം, അപ്പം ചോളന്മാരുടെ പ്രാദേശിക ഭരണത്തെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ആൻസർ എഴുതാൻ പറ്റും. ഇനി അതിൻ്റെ അകത്ത് ഗ്രാമ സ്വയംഭരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്.
ഉത്തരമേരുവിൽ നിന്ന് ലഭിച്ച 2 ചോള ലിഖിതങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ ഗ്രാമസഭകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അതിൽ നിന്നും ചോള സാമ്രാജ്യത്തിൽ 2 തലത്തിലുള്ള ഗ്രാമസഭകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. 2 തലത്തിലുള്ളതെന്ന് ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. കാരണം ഗ്രാമസഭകൾ എന്ന് പറയുന്നത് 2 രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. ഈ 2 തലം എന്ന് പറയുമ്പോൾ അടയാളപ്പെടുത്തി വെച്ചു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ ഒന്നെന്ന് പറയുന്നത് ബ്രഹദേയ ഗ്രാമം എന്ന് പറയുന്ന ഒന്നാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് ഊർ എന്ന് പറയുന്നതാണ്. ഇപ്പൊ ബ്രഹദേയ ഗ്രാമം എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരുടെ ഗ്രാമമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രാമഭരണം, കേന്ദ്രഭരണവും അതുപോലെ തന്നെ പ്രാദേശിക ഭരണവും ഗ്രാമഭരണവും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കേന്ദ്രഭരണത്തിന് രാജാവായിരുന്നു കേന്ദ്ര സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. മന്ത്രിമാർ അദ്ദേഹത്തെ സഹായിച്ചു എന്ന് പറഞ്ഞു. പ്രാദേശിക ഭരണത്തില് നമ്മള് മണ്ഡലങ്ങളും ബലനാടുകള് നാടുകള് കൂട്ടങ്ങള് ഗ്രാമങ്ങൾ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗ്രാമ സ്വയംഭരണത്തില് 2 തലത്തില് ഗ്രാമഭരണം നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ബ്രഹദേയ ഗ്രാമം, അതുകൂടാതെ രണ്ടാമത്തേത് ഊർ എന്ന് പറയുന്ന ഒരു ഗ്രാമവും. ഇപ്പൊ ബ്രാഹ്മണന്മാരുടെ ഗ്രാമമാണ് ബ്രഹദേയ ഗ്രാമം എന്നറിയപ്പെടുന്നത്. ഊർ എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഗ്രാമമാണ്. അടയാളപ്പെടുത്തി വെക്കേണ്ടതാണ്. സാധാരണക്കാരുടെ ഗ്രാമം ഊർ എന്ന് അറിയപ്പെടുന്നു. ബ്രാഹ്മണന്മാരുടെ അസംബ്ലി മഹാസഭയെന്നും സാധാരണ ജനങ്ങളുടെ സഭ മണ്ഡ്രം എന്നും അറിയപ്പെടുന്നു. അടയാളപ്പെടുത്തി വെച്ചോ. മണ്ഡ്രം എന്നും മഹാസഭയെന്നും ആണ് ഈ ഗ്രാമസഭകൾ അറിയപ്പെട്ടിരുന്നത്. മഹാസഭയുടെ രൂപീകരണത്തിന് വേണ്ടി ഓരോ ഗ്രാമത്തെയും 30 വാർഡുകളായി വിഭജിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോഴും ഉണ്ടല്ലേ, നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോഴും ഓരോ ഗ്രാമങ്ങൾക്കും വാർഡുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ് അല്ലെ. ഈ ചോളന്മാരുടെ ഗ്രാമ സ്വയംഭരണത്തിലും വാർഡുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഒരു പ്രാദേശിക പഞ്ചായത്ത് ഭരണത്തിലും വാർഡുകളായിട്ട് നമ്മളെ ഗ്രാമങ്ങളെ തിരിച്ചിട്ടുണ്ട്. ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചാൽ മതി, ഓർത്ത് വെച്ചാൽ മതി, കിട്ടാൻ എളുപ്പമുണ്ട് കേട്ടോ. ഓരോ വാർഡിനും ഒരു പ്രതിനിധി ഉണ്ടാവും. പ്രതിനിധിയായി മത്സരിക്കാൻ യോഗ്യതകൾ നിശ്ചയിച്ചിരുന്നു. കാരണം വെറുതെ ഇപ്പം നമ്മൾക്കാണെങ്കിൽ പോലും രാഷ്ട്രപതിയാകാനായിട്ട് ഒരു പ്രായമുണ്ട്. 35 വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്കേ രാഷ്ട്രപതിയാകാൻ പറ്റുള്ളൂ. അതുപോലാതെ 25 വയസ്സിൽ നമ്മുടെ സഭകളിലേക്കുള്ള മത്സരിക്കണമെങ്കിൽ 25 വയസ്സ് പൂർത്തിയാകണം. അങ്ങനെ 21 വയസ്സ് പൂർത്തിയായാൽ പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കാം. അങ്ങനെയുള്ള ഒരു പ്രായപരിധിയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളാകുന്ന ആളുകൾക്ക് കുറച്ച് യോഗ്യതകളൊക്കെ നമ്മുടെ ഭരണ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റ് കേസുകളോ വക്കാലത്തുകളോ ബാധ്യതകളൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള രീതിയിൽ പല രീതിയിലുള്ള യോഗ്യതകള് സ്ഥാനാർത്ഥികൾക്ക് നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചോള രാജാക്കന്മാരും ഈ ഗ്രാമസഭകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി, ഈ വാർഡുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് വേണ്ടി ഓരോ യോഗ്യതകള് നിശ്ചയിച്ചിരുന്നു. അപ്പൊ ആ യോഗ്യതകൾ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ സ്വന്തം ഉടമസ്ഥതയിൽ സ്ഥലം വേണമെന്നുള്ളത് ഒന്നാമത്തെ ഒരു യോഗ്യതയായിട്ട് അവർ വെച്ചിരുന്നു. കാരണം സ്ഥലവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ആണ് ആ ഒരു വാർഡിലെ പ്രതിനിധിയാവാൻ സാധിക്കുമായിരുന്നുള്ളൂ. പിന്നെ ആ സ്ഥലത്ത് താമസിക്കാൻ സ്വന്തം വീട് വേണം. അപ്പൊ സ്വന്തമായിട്ട് വീട് ആ ഒരു പ്രദേശത്ത്, ഇപ്പൊ ഒരു വാർഡിലെ ആള് ആ ഒരു പ്രദേശത്ത് സ്വന്തമായിട്ട് വീട് ഉണ്ടായിട്ട് അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്ന് പറയുന്നത് ഇതൊരു യോഗ്യതയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. 35നും 75നും ഇടയിൽ പ്രായം വേണം എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കണം. കാരണം പ്രായപരിധി എന്ന് പറയുന്നതും പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നെ വേദങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പൊ നമ്മൾ പറയുന്നത് നമുക്ക് കുറച്ച് വിദ്യാഭ്യാസം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതനുസരിച്ച് കാര്യങ്ങൾ നടത്താനും ഒക്കെ സാധിക്കുമെന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടല്ലേ. അപ്പൊ അവിടെ പണ്ടത്തെ കാലത്തില് ജ്ഞാനം എന്ന് പറയുന്നത് വേദങ്ങളുടെ ഒരു ഗ്രാഹ്യമായിരുന്നു. അല്ലെങ്കിൽ വേദങ്ങളിൽ അറിവ് നേടുക എന്ന് പറയുന്നതാണ് അവരുടെ ഒരു രീതിയിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവുള്ള വ്യക്തികളായിട്ട് അവർ കാണുന്നത് വേദങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ആളുകളെയാണ്. അപ്പോൾ വേദങ്ങളിലുള്ള അറിവും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ വേദങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവും കൂടെ ഈ പ്രതിനിധിയായിട്ട് വാർഡുകളിൽ മത്സരിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വാർഡുകളിൽ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് വേണമെന്നുള്ളത് മറ്റൊരു യോഗ്യതയാണ്. അപ്പൊ ഇത്തരം യോഗ്യതകളൊക്കെ ഉള്ള വ്യക്തിയെയാണ് ഗ്രാമങ്ങളിൽ അവര് പ്രതിനിധികളായിട്ട് തിരഞ്ഞെടുക്കുക. മനസ്സിലായല്ലോ അല്ലെ. ഓരോ വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യതയുള്ളവരുടെ പേരുകൾ ഓലയിൽ എഴുതി ഒരു കുടത്തിലിടുന്നു. ഓരോ വാർഡിൽ നിന്നും കൊണ്ടുവരുന്ന കുടത്തിൽ നിന്നും ഓരോ നറുക്കെടുത്തായിട്ടാണ് അംഗങ്ങളെ നിശ്ചയിച്ചിരുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന 30 അംഗങ്ങളിൽ നിന്നുമാണ് വ്യത്യസ്ത കമ്മിറ്റികൾ ഉണ്ടാകുക. മഹാസഭയിലെ അംഗങ്ങളെ പെരുമാക്കൾ എന്നും കമ്മിറ്റിയിലെ അംഗങ്ങളെ വാരിയ പെരുമാക്കൾ എന്നും വിളിക്കപ്പെടുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. പെരുമാക്കൾ എന്നും വാരിയ പെരുമാക്കൾ എന്നും. അപ്പോൾ അവിടുത്തെ ഒരു ഗ്രാമങ്ങളില്
വാർഡുകൾ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു കുടത്തില് ഓലയില്, അന്നൊന്നും പേപ്പറും പെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അവര് എഴുത്താണി കൊണ്ട് ഓലയിൽ എഴുതിയിട്ട് അത് ഒരു കുടത്തിലിട്ടിട്ട് ആ കുടം കുലുക്കിയിട്ട് ആ ഒരാളെ കൊണ്ട് നറുക്കെടുത്തിട്ട് ആ ലഭിക്കുന്ന പേരിലുള്ള ആ പേരുള്ള വ്യക്തിയായിരിക്കും അവിടുത്തെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൗര്യ സാമ്രാജ്യവും ഗുപ്ത സാമ്രാജ്യവും പിന്നെ നമ്മുടെ മൗര്യ സാമ്രാജ്യവും പിന്നെ മഹാജനപദാസിലെ പ്രജാപതിപരമായ മഹാജനപദങ്ങളും അതുപോലെ തന്നെ ഏകാധിപത്യപരമായ മഹാജനപദങ്ങളും, ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്റർ 30 30ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം ഏകാധിപത്യപരമായ മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഏക വ്യക്തിയുടെ കീഴില് ആ ഏക വ്യക്തിയുടെ ഇച്ഛാനുസരണം പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ രാജ്യഭരണവും നടത്തുന്ന ഒരു മഹാജനപദത്തെയാണ് ഏകാധിപത്യപരമായ മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. അവിടെ കേന്ദ്രസ്ഥാനം രാജാവിനായിരിക്കും. മതയാഗങ്ങളും അല്ലെങ്കിൽ വേദങ്ങളും ബ്രാഹ്മണന്മാരെയും ഒക്കെ അവര് അംഗീകരിച്ചിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ എന്താണ്? പ്രജാപതിപരമായ മഹാജനപദങ്ങളിൽ രാജാവിനെ സഹായിക്കാൻ രാജാസ് എന്ന് പറയുന്ന ഒരു കൂട്ടം വ്യക്തികളും കൂടി ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും രാജാസ് എന്ന് പറയുന്ന 7707ഓളം അംഗങ്ങൾ ഉൾപ്പെടുന്ന ഈ രാജാസ് എന്ന് പറയുന്ന ആളുകളുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഓരോ നയങ്ങളും ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ വേദങ്ങൾക്കോ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾക്കൊന്നും പ്രജാപതിപരമായ മഹാജനപദങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചാൽ മതി. ഇനി മഗധ മൗര്യന്മാർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രാചീന രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഏർലി സ്റ്റേജിലെ മികച്ച ഒരു രാജ പദവി അംഗീകരിച്ചിരുന്ന ഒരു രാജവംശമാണെന്നുള്ള കാര്യം കൂടെ മൗര്യ സാമ്രാജ്യത്തെ കുറിച്ച് ഓർക്കുക. പിന്നെ ചന്ദ്രഗുപ്ത മൗര്യന്റെ അധികാരത്തെ കുറിച്ച് ഓർക്കുക. പിന്നെ അധികാരം പിടിച്ചടക്കാൻ ചന്ദ്രഗുപ്ത മൗര്യനെ സഹായിച്ചത് കൗടില്യൻ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനാണെന്നുള്ള കാര്യം ഓർക്കുക. ധനനന്ദൻ എന്ന് പറയുന്ന നന്ദരാജാവിന്റെ ക്രൂരഭരണത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച വ്യക്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ച് വരുമ്പോൾ ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്തനും സമുദ്രഗുപ്തനും അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. 3 രാജാക്കന്മാരാണ് ഈ ഗുപ്ത സാമ്രാജ്യത്തെ കുറിച്ച് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. ചോള സാമ്രാജ്യത്തെ കുറിച്ച് ആ ഒരു വിഭാഗത്തിലേക്ക് വരുമ്പോൾ ചോളന്മാരെന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ പ്രധാന ഒരു രാജവംശമായിരുന്നു ചോളന്മാരെന്നുള്ള കാര്യം ഓർക്കുക. ചോളന്മാർക്ക് വളരെ പ്രാദേശിക ഒരു നല്ലൊരു ഭരണ സംവിധാനം അവരെ നിലനിർത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പിന്നെ അവര് കേന്ദ്ര ഭരണവും പ്രാദേശിക ഭരണവും ഗ്രാമസ്വയം ഭരണവുമാണ്. ആ രീതിയിലാണ് അവർ പ്രാദേശിക ഭരണത്തെ തരംതിരിച്ച് അവർ നടത്തിയിരുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കുള്ളത് മെഡീവൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് കേട്ടോ. പേജ് നമ്പർ 284. മധ്യകാല രാഷ്ട്രം. ഓക്കെ, മധ്യകാല രാഷ്ട്രം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഒരു പ്രാചീന കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോൾ അത് മധ്യ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല രാഷ്ട്രീയമൊക്കെ ആയിട്ടാണ് ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടമൊക്കെ അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഖിൽജി വംശം, തുഗ്ലക് വംശമൊക്കെ ഒരു മധ്യകാലഘട്ടത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥിതികളൊക്കെ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് ഘോറിയുടെ പങ്ക് വിവരിക്കുക എന്നാണ്. അപ്പൊ മുഹമ്മദ് ഘോറിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഘോറി എന്ന് പറയുന്നത് തറൈൻ യുദ്ധമൊക്കെ നടത്തിയ വ്യക്തിയാണ് മുഹമ്മദ് ഘോറി എന്ന് പറയുന്നത്. മുഹമ്മദ് ഘോറിയും പൃഥ്വിരാജ് ചൗഹാനും ഒക്കെ ചേർന്നിട്ടാണ് തറൈൻ യുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളത്. 1ാം തറൈൻ യുദ്ധത്തില് മുഹമ്മദ് ഘോറി പരാജയപ്പെട്ടു. പക്ഷെ 2ാം തറൈൻ യുദ്ധത്തില് പൃഥ്വിരാജിനെ പരാജയപ്പെടുത്തി മുഹമ്മദ് ഘോറി അധികാരത്തിൽ എത്തുകയാണ് ഉണ്ടായത്. അതുകൂടാതെ പല രാജാക്കന്മാരെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് ഇന്ത്യയുടെ സമൃദ്ധിയാണെന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ തന്നെയാണ് മുഹമ്മദ് ഘോറിയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് ഇന്ത്യയുടെ സമ്പത്താണ്. അപ്പൊ അതിനെക്കുറിച്ച് മുഹമ്മദ് ഘോറിയുടെ പങ്കിനെ കുറിച്ച് പേജ് നമ്പർ 103 നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 103ാമത്തെ പേജ് ഒന്ന് എടുക്കുക. 103 കേട്ടോ, 103. അതിന്റെ അകത്താണ് മുഹമ്മദ് ഘോറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 12, മുഹമ്മദ് ഘോറിയുടെ ആക്രമണങ്ങളെ കുറിച്ച് വിവരിക്കുക. മുഹമ്മദ് ഘോറി എന്ന് പറയുന്നത് 1173 ഗസ്നിയിൽ അധികാരത്തിലെത്തുന്നത്
തന്റെ അധികാരം വിപുലമാക്കാനുള്ള ശ്രമത്തിനിടയിൽ അദ്ദേഹം വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ പ്രദേശങ്ങൾ ആക്രമിച്ചു. 1175 അദ്ദേഹം മുൾട്ടാൻ കീഴടക്കി. ഗോമൻ ചുരത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുമാണ് അദ്ദേഹം ഇന്ത്യയിൽ കടന്നത്. ഇവിടെ നിന്ന് ധാർ മരുഭൂമി വഴി ഗുജറാത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു. തുടർന്ന് അദ്ദേഹം പഞ്ചാബിന് നേരെ ആക്രമണം നടത്തി. അത് പിടിച്ചെടുത്തതിന് ശേഷം ഘോറി പെഷവാർ പിടിച്ചെടുത്തു. അങ്ങനെ പഞ്ചാബ് ആകെ അധീനതയിലായതോടെ ഘോറികൾ ചൗഹാൻമാരുടെ രാജാതിർത്തിയിലെത്തി. ഇതേസമയം വടക്കു പടിഞ്ഞാറ് അജ്മീറിൽ ചൗഹാൻമാർ ശക്തി പ്രാപിച്ചിരുന്നു. അതായത് മുഹമ്മദ് ഘോറിനെ പോലെയുള്ള ഒരുപാട് രാജാക്കന്മാരെ ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ ഒരുപാട് യോദ്ധാക്കളെ ഇന്ത്യയിലേക്ക് ആകർഷിച്ചത് ഇന്ത്യയുടെ സമൃദ്ധിയാണെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ മുഹമ്മദ് ഘോറിയും ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ത്യയുടെ സമ്പത്ത് കൈക്കലാക്കാനും ഇവിടെ ഒരു ആധിപത്യം സ്ഥാപിക്കാനുമാണ്. അദ്ദേഹം ഗുജറാത്ത് ആക്രമിക്കാൻ തുടങ്ങി. ഗുജറാത്തിന്റെ മുക്കാൽ ഭാഗവും പഞ്ചാബും ഒക്കെ അധീനതയിലാക്കാനായിട്ട് മുഹമ്മദ് ഘോറിക്ക് കഴിഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം മുഹമ്മദ് ചൗഹാൻമാരുടെ പ്രദേശങ്ങളിലൂടെ കീഴടക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചത്. അപ്പോൾ അന്നത്തെ പ്രധാന രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് അദ്ദേഹം യുദ്ധം പ്രഖ്യാപിച്ചു. അതാണ് തറയൻ യുദ്ധമായിട്ട് അറിയപ്പെടുന്നത്. ഡൽഹിക്കും അജ്മീറിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളുടെ ഭരണാധികാരിയായ പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു ഇന്ത്യയിൽ മുഹമ്മദ് ഘോറിക്ക് നേരിടേണ്ടി വന്ന രജപുത്രൻ രാജാക്കന്മാരിൽ ഏറ്റവും വലിയ പ്രതിയോഗി. കാരണം മുഹമ്മദ് ഘോറിയുടെ എതിർസ്ഥാനത്ത് പൃഥ്വിരാജ് ചൗഹാൻ ആണെന്നുള്ള കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഒന്നാം തറയൻ യുദ്ധത്തില് ഈ ഇന്ത്യയെ ആക്രമിക്കാൻ വന്നപ്പോൾ ശക്തനായ ഒരു പ്രതിയോഗിയായിട്ട് ഉണ്ടായിരുന്നത് പൃഥ്വിരാജ് ചൗഹാൻ ആയിരുന്നു. മുഹമ്മദ് ഘോറിയുടെ പ്രധാന എതിരാളിയായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരുന്നാൽ മതി. AD 1197 തറയനിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ, ഒന്നാം തറയൻ യുദ്ധത്തോടു കൂടി പഞ്ചാബ് ചൗഹാൻമാരുടെ അധികാരം പുനഃസ്ഥാപിതമായി. അതായത് 1197 AD 1197 തറയനിൽ വെച്ച് നടന്ന യുദ്ധത്തില് ഒന്നാം തറയൻ യുദ്ധത്തില് മുഹമ്മദ് ഘോറി പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പൃഥ്വിരാജ് ചൗഹാന് തന്റെ അധികാരം പഞ്ചാബില് കൂടുതൽ നേടാനായിട്ട്, അധികാരം കൂടുതൽ പുനഃസ്ഥാപിക്കാനായിട്ട് സഹായിച്ച ഒരു യുദ്ധമായിരുന്നു തറയൻ യുദ്ധം എന്ന് പറയുന്നത്. പക്ഷേ ഈ തറയൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട മുഹമ്മദ് ഘോറി എന്ത് ചെയ്തു? അദ്ദേഹം നിരാശനാകാതെ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ആ ഒരു പഞ്ചാബ് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ആവേശം, അല്ലെങ്കിൽ ഒരു അഭിനിവേശം അദ്ദേഹത്തിന് ഉണ്ടായി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? മുഹമ്മദ് ഘോറി രണ്ടാം തറയൻ യുദ്ധത്തിലൂടെ തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഒന്നാം തറയൻ യുദ്ധത്തില് പരാജിതനായ ഉടൻ തന്നെ മറ്റൊരു യുദ്ധത്തിലേക്ക് മുഹമ്മദ് ഘോറി തയ്യാറെടുപ്പ് നടത്തി. പൃഥ്വിരാജിനെതിരെ വളരെ വലിയ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം നടത്തി. ഒടുവിൽ 1792 1,20,000 പടയാളികളോടും 10,000 വില്ലാളികളോടും കൂടി മുഹമ്മദ് പൃഥ്വിരാജിനെതിരെ നീങ്ങി. ഇതേക്കുറിച്ചറിഞ്ഞ പൃഥ്വിരാജ് ഉത്തരേന്ത്യയിലെ മറ്റു രാജാക്കന്മാരുടെ സഹായം അഭ്യർത്ഥിച്ചു. പലരും സൈനിക സഹായം നൽകിയെങ്കിലും കനൌജിലെ ജയചന്ദ്രന് ഒരു സഹായവും നൽകിയില്ല. ഇന്ത്യൻ സൈന്യം സംഖ്യാബലം കൊണ്ട് തുർക്കിയെ പടയെ വെല്ലുന്നതായിരുന്നുവെങ്കിലും തുർക്കി പട സുസംഘടിതമായിരുന്നു. അതിന്റെ നേതൃത്വം മികച്ചതായിരുന്നു. മേന്മേറിയ സംഘടനവും തുർക്കികളുടെ കുതിരകൾക്കുണ്ടായിരുന്ന വേഗതയും കാരണം യുദ്ധം തുർക്കികൾക്ക് അനുകൂലമായി ഭവിച്ചു. 1792 തറയനിൽ വെച്ച് പൃഥ്വിരാജിനെ മുഹമ്മദ് ഘോറി തോൽപ്പിച്ചു. ഇതാണ് രണ്ടാം തറയൻ യുദ്ധം. അതായത് ഒന്നാം തറയൻ യുദ്ധത്തിൽ പൃഥ്വിരാജ് ചൗഹാന് മുഹമ്മദ് ഘോറിയെ പരാജയപ്പെടുത്തി. പക്ഷെ രണ്ടാം തറയൻ യുദ്ധത്തില് മുഹമ്മദ് ഘോറി ശക്തമായ തിരിച്ചുവരവ് നടത്തി. അപ്പോൾ വളരെയധികം മുന്നൊരുക്കങ്ങൾ മുഹമ്മദ് ഘോറി ഈ രണ്ടാം തറയൻ യുദ്ധത്തിൽ നടത്തിയിരുന്നു. കാരണം എന്ത് വന്നാലും പഞ്ചാബ് തിരിച്ചു പിടിക്കണം, പൃഥ്വിരാജിനെ വധിക്കണം എന്നുള്ള ഒരു ചിന്ത മുഹമ്മദ് ഘോറിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്ന് വളരെയധികം മുന്നൊരുക്കങ്ങളോടെയാണ്. അതുകൂടാതെ 1,20,000-ഓളം ആൾക്കാർ, പടയാളികളും അതുപോലെ തന്നെ മറ്റു സാങ്കേതികതകളൊക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം രണ്ടാം തറയൻ യുദ്ധത്തിൽ തയ്യാറെടുത്തത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു ആക്രമണം ആയതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് ചൗഹാന് വേണ്ട രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അപ്പം പെട്ടെന്ന് മുഹമ്മദ് ഘോറി ആക്രമിക്കാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ പൃഥ്വിരാജ് ചൗഹാന് പലരോടും സഹായം അഭ്യർത്ഥിച്ചു. പലരും സഹായം നൽകിയെങ്കിലും അവർക്ക് സംഖ്യാബലം പൃഥ്വിരാജ് ചൗഹാൻ കൂടുതലായിരുന്നുവെങ്കിലും പൃഥ്വിരാജ് ചൗഹാന്റെ സൈന്യം എന്ന് പറയുന്നത് ഒട്ടും സുസംഘടിതമായിരുന്നില്ല. കാരണം അവർക്ക് ഏകീകൃതമായിട്ടൊരു രീതിയോ അല്ലെങ്കിൽ ആജ്ഞകൾ സ്വീകരിക്കുന്ന ഒരു വിഭാഗം പട്ടാളക്കാരൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് രണ്ടാം തറയൻ യുദ്ധത്തില് പൃഥ്വിരാജ് ചൗഹാന് വളരെയധികം ദയനീയമായി പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ബാൽബൻ ഖിൽജി നൂറ്റാണ്ടിന്റെ സവിശേഷതകൾ സൂചിപ്പിക്കുക. അപ്പൊ ഖിൽജി രാജവംശമൊക്കെ ഏത് രാജവംശത്തിൽ ഉൾപ്പെടുന്നതാണ്? ഡൽഹി സുൽത്താനായിട്ട് ഭരിച്ച രാജവംശമാണ് അല്ലെ ഖിൽജി രാജവംശം എന്ന് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ സവിശേഷത, ഖിൽജി രാജവംശത്തിന്റെ സവിശേഷതകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറയാൻ പോകുന്നത്.
ബാൽബന്റെ സിംഹാസനാരോഹണ കാലത്ത് ഡൽഹി സുൽത്താനേറ്റ് അതിർത്തി പ്രദേശങ്ങളിൽ മംഗോളിയന്മാരുടെ ഭീഷണി നേരിടുകയായിരുന്നു. ശക്തിയും തന്ത്രവും ബുദ്ധിപൂർവ്വവും സമന്വയിപ്പിച്ച് ബാൽബൻ അവരെ നേരിട്ടു. ബയാസ് നദി മംഗോളിയർ കടക്കാതിരിക്കാൻ ഒരു സേനയെ അവിടെ ബാൽബൻ നിയോഗിച്ചു. അതിർത്തിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടി ബാൽബൻ വിദൂര ദേശങ്ങളിലേക്ക് സൈനിക പര്യടനങ്ങൾക്കൊന്നും തന്നെ പോകാതെ ഡൽഹിയിൽ തന്നെ തങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ബാൽബൻ എന്ന് പറയുന്നത് ഖിൽജി വംശത്തിലെ ഒരു പ്രധാന രാജാവായിരുന്നു. അപ്പൊ ബാൽബന്റെ അദ്ദേഹത്തിന്റെ ഒരു ഭരണ രീതികളും അല്ലെങ്കിൽ ഭരണ നൈപുണ്യവും ഒക്കെ നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ബുദ്ധിപൂർവ്വം മംഗോളിയന്മാരുടെ ആക്രമണത്തെ നേരിടാൻ വേണ്ടി ബാൽബൻ ശ്രമിച്ചു. അതുകൂടാതെ താൻ ഡൽഹിയിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് മാറിയാൽ മംഗോളിയൻ ആക്രമണം തങ്ങളുടെ രാജ്യത്ത് ഉണ്ടാവുമെന്നും രാജ്യത്തിന്റെ അധികാരം അവർ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ബോധം ബാൽബൻ ഉണ്ടായത് കാരണം അദ്ദേഹം മറ്റു പ്രദേശങ്ങളിലേക്കൊന്നും മാറാതെ ഡൽഹിയിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണ് ഉണ്ടായത്. അതേസമയം മംഗോളിയന്മാരുടെ നേതാവായ ഹുലാക്കുമായി നല്ല ബന്ധം പുലർത്താനും ബാൽബൻ ശ്രമിച്ചു. കാരണം മംഗോളിയന്മാരുടെ മംഗോളിയന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങൾക്ക് മോചനം ലഭിക്കുകയുള്ളൂ എന്നും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്രൂരമായ അതിക്രമണങ്ങളൊന്നും തന്റെ രാജ്യത്തേക്ക് ഉണ്ടാവാതെ എതിർത്ത് നിൽക്കാനായിട്ട് മംഗോളിയൻ രാജാക്കന്മാരുമായിട്ടൊരു സഖ്യത്തിൽ ഏർപ്പെടാനായിട്ട് സഖ്യം എന്ന് പറയുന്നത് സഹായകരമാകുമെന്നും ബാൽബന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് ഹുലാക്കുമായിട്ട് അദ്ദേഹം നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഹുലാക്കുവിന്റെ പ്രതിനിധി സംഘത്തെ ബാൽബൻ ഹൃദ്യമായി സ്വീകരിക്കുകയും ചെയ്തു. എങ്കിലും മംഗോളിയന്മാരെ നിയന്ത്രിക്കാൻ വേണ്ടി താൻ നടത്തുന്ന വാർഷിക സൈനിക പര്യടനങ്ങൾ ബാൽബൻ മുടക്കിയില്ല. 1286 ബാൽബന്റെ മരണശേഷം ആദ്യകാല തുർക്കി സുൽത്താനേറ്റ് അധികാരം നീണ്ടു നിന്നില്ല. മംഗോളിയന്മാരുമായുള്ള ഒരു യുദ്ധത്തിൽ ബാൽബന്റെ മകൻ പ്രിൻസ് മുഹമ്മദ് മരിച്ചുപോയിരുന്നു. രണ്ടാമത്തെ മകൻ ഖുഖ്രാഖാൻ ആകട്ടെ ബംഗാളും ബീഹാറും ഭരിക്കാനാണ് താല്പര്യപ്പെട്ടത്. തൽഫലമായി ബാൽബന്റെ പൗത്രനായ കൈക് ബാദ് ഡൽഹിയിൽ അധികാരത്തിൽ വന്നു. തുർക്കി പ്രഭുക്കന്മാർ മാത്രം വലിയ പദവികൾ വഹിക്കുന്നതിൽ പൊതുവെ എതിർപ്പുണ്ടായിരുന്നു. തുർക്കികളല്ലാത്ത ഖിൽജികളെ പോലെയുള്ളവർ വലിയ സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടതേയില്ല. പ്രഭുക്കന്മാരായ ഇന്ത്യക്കാരെ അംഗീകരിക്കുന്നുവെങ്കിലും അവർക്ക് വലിയ സ്ഥാനങ്ങൾ നൽകിയിരുന്നില്ല. അപ്പൊ ബാൽബൻ ഉണ്ടാക്കി വെച്ചിരുന്ന അദ്ദേഹത്തിന്റെ സാമ്രാജ്യമൊക്കെ ഒരു പരിധിവരെ സംരക്ഷിക്കാനായിട്ട് ബാൽബന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ പ്രിൻസ് മുഹമ്മദ് മരിച്ചു. അതിനുശേഷം രണ്ടാമത്തെ മകനായ ബുഖ്രാഖാന് ബംഗാളും ബീഹാറും ഒക്കെ ഭരിക്കാനാണ് ഇഷ്ടമുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൈക് ബാദ് എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തിന്റെ പൗത്രൻ എന്ന് പറയുന്ന അതായത് കൊച്ചുമകന് അദ്ദേഹം ഡൽഹിയിൽ അധികാരത്തിൽ വരുത്തുകയാണ് ഉണ്ടായത്. പിന്നീട് ഖിൽജി വംശത്തിലെ ആളുകളെ തങ്ങളുടെ സ്ഥാനമാനങ്ങളിലേക്ക് പരിഗണിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യക്കാരായ ആളുകൾക്ക് വലിയ സ്ഥാനമാനങ്ങളൊന്നും ഖിൽജി രാജവംശത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവർ തുർക്കിയിൽ നിന്നൊക്കെ വന്ന രാജാക്കന്മാരാണ് കേട്ടോ ഈ ഖിൽജി വംശങ്ങളൊക്കെ. അപ്പോൾ അവർ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെയധികം വേണ്ടപ്പെട്ട പ്രാധാന്യമോ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളൊന്നും നൽകിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഖിൽജി രാജവംശത്തിന്റെ സ്ഥാപകനായ ജലാലുദ്ദീൻ ഖൽജി കേവലം ഒരു 6 വർഷം മാത്രമേ അധികാരത്തിൽ ഇരുന്നുള്ളൂ. ദുർഘടം പിടിച്ച ആ കാലത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം പ്രാപ്തനായിരുന്നില്ല. എങ്കിലും ബാൽബന്റെ കാലത്തെ ഭരണത്തിന്റെ കർക്കശമായ പല വശങ്ങൾ ഇല്ലാതാക്കാൻ ജലാലുദ്ദീൻ ശ്രമിച്ചു. ജനപിന്തുണയായിരിക്കണം രാജ്യത്തിന്റെ അടിത്തറ എന്ന ആശയം മുന്നോട്ട് വെച്ച ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെ ഭരണാധികാരിയാണ് ജലാലുദ്ദീൻ എന്ന് പറയുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. കാരണം ജലാലുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി രാജവംശത്തിന്റെ സ്ഥാപകൻ. അപ്പൊ അദ്ദേഹം വളരെ നിരപക്ഷനായ അല്ലെങ്കിൽ മതേതര വീക്ഷണമുള്ള സഹിഷ്ണുതയുള്ള ഒരാളായിരുന്നു. കാരുണ്യവാനായ ഒരു വ്യക്തിയായിരുന്നു ജലാലുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ രാഷ്ട്രത്തിന്റെ ഭരണം എന്ന് പറയുന്നത് അത് ജനപിന്തുണയോടെ ആയിരിക്കണം എന്ന ഉള്ള ഒരു ചിന്താഗതി ജലാലുദ്ദീൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. കാരുണ്യവാനും മതേതര വീക്ഷണമുള്ളവനും സഹിഷ്ണുവുമായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി. ജലാലുദ്ദീന്റെ അനന്തരവനും ജാമാതവുമായിരുന്നു അലാവുദ്ദീനെ ചതിച്ചു കൊന്നതിന് ശേഷമാണ് അലാവുദ്ദീൻ അധികാരത്തിൽ വന്നത്. അപ്പൊ ജലാലുദ്ദീൻ ഖിൽജിനെ ചതിച്ച് കൊന്നതിന് ശേഷമാണ് അലാവുദ്ദീൻ ഖിൽജി അധികാരത്തിലേക്ക് വന്നത്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ എന്താണ് ആദ്യം മനസ്സിലേക്ക് വരേണ്ടത്? കമ്പോള പരിഷ്കരണമൊക്കെ കൊണ്ടുവന്ന ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ് അല്ലെ. അപ്പം ഖിൽജി രാജവംശത്തിലെ ശക്തനായ രാജാവായിരുന്നു അലാവുദ്ദീൻ ഖിൽജി എന്നുള്ള കാര്യം ഓർക്കുക. കമ്പോള പരിഷ്കരണം അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. ജലാലുദ്ദീൻ ഖിൽജിക്ക് ശേഷം അദ്ദേഹത്തെ ചതിച്ചു കൊന്ന് അധികാരത്തിൽ എത്തിയ വ്യക്തിയാണ് അലാവുദ്ദീൻ എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക.
ഔദിലെ ഗവർണറായിരുന്ന കാലത്ത് ഡെക്കാനിലെ ദേവഗിരി പിടിച്ചടക്കിയതിനെ തുടർന്ന് ലഭിച്ച അളവറ്റ സമ്പത്ത് ഉപയോഗിച്ച് അലാവുദ്ദീൻ അദ്ദേഹത്തിന്റെ ശക്തി ഗണ്യമായി വർദ്ധിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ ഖിൽജി രാജവംശത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും ജലാലുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി വംശത്തിന്റെ സ്ഥാപകൻ എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആശയം എന്ന് പറയുന്നത് ജനപിന്തുണയായിരിക്കണം രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ അടിത്തറ എന്ന ഒരു ആശയം ജലാലുദ്ദീൻ ഖിൽജിയാണ് ആദ്യം കൊണ്ടുവന്നത് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. പിന്നെ മതസഹിഷ്ണുതയും അല്ലെങ്കിൽ മതേതര വീക്ഷണവും കാരുണ്യവാനും ഒക്കെ ആയിരുന്നു ജലാലുദ്ദീൻ ഖിൽജി എന്നുള്ള കാര്യം കൂടെ ഓർക്കാം. ജലാലുദ്ദീൻ ഖിൽജിനെ ചതിച്ചു കൊന്നതിന് ശേഷമാണ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന വ്യക്തി അധികാരത്തിൽ എത്തി എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഖിൽജി നൂറ്റാണ്ട് സവിശേഷതകളായിട്ട് മനസ്സിലാക്കി വെക്കണം. ഈ 16-17 നൂറ്റാണ്ടുകളിലെ മുഗൾ ഭരണത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് വ്യത്യസ്തങ്ങളായ വാദഗതികൾ വിലയിരുത്തുക. അപ്പോൾ ഈ ഖിൽജി വംശം, അതായത് ഡൽഹി സുൽത്താനേറ്റില് അടിമ വംശം, ഖിൽജി വംശം, തുഗ്ലക്ക് വംശം, സെയ്ദ് ലോധി വംശം, ഇങ്ങനെ 5 രാജവംശങ്ങൾ ഭരിച്ച ഒന്നാണ് ഡൽഹി സുൽത്താനേറ്റ് നമ്മൾ പറഞ്ഞു അല്ലെ. അതിനുശേഷമാണ് നമുക്ക് മുഗൾ ഭരണ കാലഘട്ടമൊക്കെ വരുന്നത്. അപ്പൊ മുഗൾ ഭരണ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രകാരന്മാർക്ക് പല രീതിയിലുള്ള വീക്ഷണങ്ങളാണ് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അത് മതത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനമായിരുന്നു മുഗളന്മാരെ കൊണ്ടു നടന്നതെന്നുള്ള ഒരു വാദഗതിയുണ്ട്. അതുകൂടാതെ അവർക്ക് ഇന്ത്യൻ ചട്ടക്കൂടിനടുത്തുള്ള ഒരു പേർഷ്യൻ അറബിക് വ്യവസ്ഥിതിയായിരുന്നു ഈ മുഗൾ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വാദഗതിയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു മുഗൾ ഭരണത്തിന്റെ അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 285 പേജിലാണേ. ഇന്ത്യയിലെ മുഗൾ ഭരണം തുർക്കി ഭരണത്തിന്റെ തുടർച്ചയാണ്. മുഗൾ ഭരണ വ്യവസ്ഥിതി മുഖ്യ ശില്പി അക്ബറാണ്. അടയാളപ്പെടുത്തി വെച്ചോ, മുഗൾ ഭരണത്തിന്റെ മുഖ്യ ശില്പി അക്ബറാണ്. മുഗൾ ഭരണ സംവിധാനത്തിൽ ചക്രവർത്തിയാണ് രാഷ്ട്രത്തിന്റെ തലവൻ. മുഗൾ ഭരണകൂടത്തിന്റെ സ്വഭാവത്തെ വിവിധ ചരിത്രകാരന്മാർ പല രീതിയിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പം മുഗൾ രാജവംശത്തിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും അക്ബർ ആണ് അതിന്റെ മുഖ്യ ശില്പി എന്നുള്ള കാര്യം, മുഗൾ രാജവംശത്തിന്റെ മുഖ്യ ശില്പി എന്നുള്ള കാര്യം ഓർക്കുക. ചക്രവർത്തിയാണ് രാഷ്ട്രത്തിന്റെ തലവൻ, അതായത് ഒരു രാജാവിനെ കേന്ദ്രീകരിച്ചൊരു ഭരണ സംവിധാനമാണ് നിലനിന്നിരുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഇന്ത്യനും ഇന്ത്യേതരവുമായ ഘടകങ്ങളുടെ മിശ്രണമാണ് മുഗൾ ഭരണം എന്ന് ചില ചരിത്രകാരന്മാർ അറിയപ്പെടുന്നു. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യൻ ചട്ടക്കൂടിനകത്തുള്ള ഒരു പേർഷ്യൻ അറബിക് വ്യവസ്ഥിതിയായിരുന്നു മുഗൾ ഭരണകാലഘട്ടം എന്ന് മനസ്സിലാക്കിയിരിക്കുക. കാരണം അതിന്റെ സ്വഭാവ സവിശേഷതകളാണ് പറയുന്നത് കേട്ടോ. മുഗൾ ഭരണത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഇന്ത്യൻ ചട്ടക്കൂടിനകത്തുള്ള ഒരു പേർഷ്യൻ അറബിക് വ്യവസ്ഥിതിയായിരുന്നു. അടയാളപ്പെടുത്തി വെച്ചല്ലോ അല്ലെ. അത് നമുക്കൊരു പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ഒരു ടെക്സ്റ്റിൽ നമുക്ക് നന്നായിട്ട് റീഡ് ചെയ്യണം. പല ആവർത്തി റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ നന്നായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ കീ പോയിന്റ്സ് ആയിട്ട് എഴുതുമ്പോൾ ഇപ്പം പരീക്ഷയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് ഈ കീ പോയിന്റ്സ് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ അത് ഒരു ഓർമ്മയിലേക്ക് വരും. പിന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വിപുലീകരിച്ച് എഴുതിയാൽ മതിയാവും. അപ്പൊ ചട്ടക്കൂടിനടുത്തുള്ള ഇന്ത്യൻ ചട്ടക്കൂടിനടുത്തുള്ള ഒരു പേർഷ്യൻ അറബിക്ക് വ്യവസ്ഥിതിയായിരുന്നു മുഗൾ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് മുഗളുടെ ഭരണം മത അധിഷ്ഠിത ഭരണമായിരുന്നു എന്ന് മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. അപ്പൊ മത അധിഷ്ഠിത ഭരണം എന്ന് പറയുന്നതിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളുക. ഇപ്പം നമുക്കറിയാം മതം എന്ന് പറയുന്നത് മുഗളന്മാരുടെ മതം എന്ന് പറയുന്നത് മുസ്ലിമാണ്. അപ്പൊ മുസ്ലിം മതത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണ സംവിധാനമാണ് മുഗളന്മാര് കൊണ്ടു നടന്നിരുന്നത് എന്നുള്ള ഒരു വാദം ചരിത്രകാരന്മാർക്കിടയിൽ നിലനിന്നിട്ടുണ്ട്. ഇനി മൂന്നെന്ന് പറയുന്നത് മുഗൾ ഭരണം സ്വേച്ഛാധിപത്യപരമായിരുന്നു എന്നും ഏകാധിപത്യപരമായിരുന്നു എന്നും മതാധിഷ്ഠിതമായിരുന്നു എന്നും മറ്റും അഭിപ്രായമുണ്ട്. അപ്പോൾ ആ ഒരു സ്വേച്ഛാധിപത്യപരമായിരുന്നു എന്നുള്ളത് അടയാളപ്പെടുത്തുക, ഏകാധിപത്യപരമായിരുന്നു എന്നുള്ളത് അടയാളപ്പെടുത്തുക, പിന്നെ മത അധിഷ്ഠിതമായിരുന്നു എന്നുള്ള കാര്യം കൂടെ അടയാളപ്പെടുത്തി വയ്ക്കുക. ഇനി മുഗളന്മാരുടേത് ഒരു പുരുഷാധിപത്യ ഉദ്യോഗസ്ഥ മേധാവിത്വ സാമ്രാജ്യമായിരുന്നു എന്നും മറ്റു ചില വ്യാഖ്യാനങ്ങളുണ്ട്. പുരുഷാധിപത്യ ഉദ്യോഗസ്ഥ മേധാവിത്വ സാമ്രാജ്യം അതൊന്ന് അടയാളപ്പെടുത്തി വയ്ക്കുക. കാരണം മുഗൾ രാജവംശത്തിലെ കൂടുതലും പുരുഷന്മാർ തന്നെയാണ് അധികാരം കൈയാളിയിരുന്നത്. അതുകൂടാതെ ഉദ്യോഗസ്ഥരിലൊക്കെ പുരുഷന്മാരെ തന്നെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു സംവിധാനമാണ് മുഗളന്മാര് തുടർന്നു പൊക്കോണ്ടിരുന്നത്. അപ്പൊ ആ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു പുരുഷാധിപത്യ ഉദ്യോഗസ്ഥ മേധാവിത്വ സാമ്രാജ്യമായിരുന്നു നിലനിന്നിരുന്നു എന്നുള്ള കാര്യം മുഗളന്മാരെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഉള്ളതാണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ ഒരു 4 കാര്യം കൂടെ നമ്മുടെ മുഗളന്മാരുടെ സ്വഭാവ സവിശേഷതകളിൽ നമുക്ക് ഉൾപ്പെടുത്തി എഴുതാൻ സാധിക്കുന്നതാണേ.
ഇനി അലാവുദ്ദീൻ ഖിൽജിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അലാവുദ്ദീൻ ഖിൽജിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചും ഒക്കെ. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുമ്പോൾ നമ്മൾ ഖിൽജി വംശവും അതുപോലെ തന്നെ കമ്പോള പരിഷ്കരണവും ഒക്കെ അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്നും കൂടെ ഓർത്തു വെക്കണം കേട്ടോ. പലപ്പോഴും വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്, കമ്പോള പരിഷ്കരണം എന്ന് പറയുന്നത് എന്താണെന്ന്, അത് ആര് കൊണ്ടുവന്നതാണെന്നൊക്കെ. അപ്പൊ അലാവുദ്ദീൻ ഖിൽജിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് കമ്പോള പരിഷ്കരണം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ, അലാവുദ്ദീൻ ഖിൽജിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങളെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ പേജ് നമ്പർ 95 പേജിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പൊ അതിനോട് ചേർന്ന് പേജ് നമ്പർ 95 95 എന്നുള്ളത് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. നമുക്ക് എക്സാമിനൊക്കെ പഠിക്കുമ്പോൾ ഈ 9ാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ ചോദ്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് പിന്നെയും തപ്പാൻ നിൽക്കണ്ട. അപ്പൊ പേജ് നമ്പർ 95 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ആ ഒരു പേജ് നമ്പർ എടുത്ത് അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ആ ഒരു ആൻസർ പെട്ടെന്ന് കിട്ടും. 95 പേജ് എടുത്തോ, 95ാമത്തെ പേജ് ഒന്ന് എടുത്തോളുക. അലാവുദ്ദീൻ ഖിൽജിയുടെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കമ്പോള പരിഷ്കാരത്തെ കുറിച്ച് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി. ഭക്ഷ്യധാന്യങ്ങൾ, പഞ്ചസാര, പാചകെണ്ണ മുതലായ സൂചി വരെയുള്ള സാധനങ്ങൾക്കും ഇറക്കുമതി ചെയ്യുന്ന വസ്ത്രങ്ങൾക്കും കുതിര, കന്നുകാലി, അടിമകൾ എന്നിവയ്ക്കും വില കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് അലാവുദ്ദീൻ ഉത്തരവിറക്കി. അദ്ദേഹം 3 കമ്പോളങ്ങൾ സ്ഥാപിച്ചു. അപ്പോൾ ഇപ്പൊ കരിഞ്ചന്ത എന്നൊക്കെ പറയുന്ന ചില രീതികളൊക്കെ നമ്മുടെ സംസ്ഥാനത്തൊക്കെ നിലനിൽക്കുന്നുണ്ട് അല്ലെ. അതായത് അവശ്യ സാധനങ്ങളൊക്കെ ചിലപ്പോൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പൂഴ്ത്തി വെച്ചുകൊണ്ട് ക്രമേണ ഒരു വില കൂട്ടുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ കമ്പോളങ്ങളിലൊക്കെ സാധാരണ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില കർശനമായി നിയന്ത്രിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി. അപ്പോൾ ആ ഒരു വിലയ്ക്ക്, ഇപ്പം ഒരു മിനിമം വില, താങ്ങുവില എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു മിനിമം വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കാൻ വ്യാപാരികളൊക്കെ നിർബന്ധിതരായി. അപ്പൊ ഒരു കൊള്ള ലാഭം കൊയ്യാനായിട്ട് ആർക്കും സാധിച്ചില്ല, പ്രത്യേകിച്ച് വ്യാപാരികൾക്കൊന്നും സാധിക്കാതെ വന്ന ഒരു ഘട്ടമായിരുന്നു ഈ കമ്പോള പരിഷ്കരണ കാലഘട്ടം. അപ്പൊ ഇന്നത്തെ അത് വളരെയധികം അനുയോജ്യമായിരുന്നു എന്നും കൂടെ പറയാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെയൊക്കെ കർഷകര് ഒരുപാട് സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവരൊക്കെ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ ഒരു മൂന്നാം കക്ഷി എന്ന് പറയുന്ന വ്യാപാരികളെ മേടിച്ചിട്ട് അത് ഉൽപ്പന്നമാക്കി തിരിച്ച് ഉപഭോക്താക്കളിലേക്ക് കൊടുക്കുമ്പോൾ വൻ തുകയാണ് ലാഭമായിട്ട് ഈടാകുന്നത്. പക്ഷേ കർഷകർക്ക് അതിന്റെ ലാഭമോ ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൂടാതെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്കും വൻ തുക കൊടുത്ത് ആ സാധനങ്ങൾ വാങ്ങിക്കേണ്ട ഒരു ഗതികേടും കൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് ഈ മൂന്നാംകിട അല്ലെങ്കിൽ ഇതിന് ഇടത്തിലക്കാരായി നിൽക്കുന്ന വ്യാപാരികൾ അല്ലെങ്കിൽ വ്യവസായികളാണ് കൂടുതൽ പണം കരസ്ഥമാക്കുന്ന, അല്ലെങ്കിൽ അവർ വലിയ വാണിജ്യ സംസ്കാരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത രീതിയൊക്കെ അവര് തുടർന്നു കൊണ്ടുപോകുന്നതിനൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. ഇന്നത്തെ സമൂഹത്തിലാണെങ്കിൽ പോലും നമുക്ക് വ്യവസായികളുടെ കയ്യിലാണ് കൂടുതൽ പണം അല്ലെ. ആ രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും ഈ വ്യവസായികള് അതുപോലെ തന്നെ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ എത്രത്തോളം ലാഭം കൊയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഈ അലാവുദ്ദീൻ ഖിൽജിയുടെ കമ്പോള പരിഷ്കരണം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? വില നിയന്ത്രിച്ചു. ഒരുപാട് കൂടുതൽ ആർക്കും കൂടുതൽ പൈസയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് സാധാരണക്കാർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും അവർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് സാധനങ്ങൾ മേടിക്കാനൊക്കെ അവർക്ക് സാധിക്കുകയും ചെയ്തു. ഇനി അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ച് പറയുമ്പോൾ ജലാലുദ്ദീന്റെ അനന്തരവനും മരുമകനുമായിരുന്നു അലാവുദ്ദീൻ. അതായത് മകളുടെ ഭർത്താവായിരുന്നു അലാവുദ്ദീൻ എന്ന് പറയുന്നത്. ജലാലുദ്ദീനെ ചതിച്ചു വന്നതിന് ശേഷമാണ് അലാവുദ്ദീൻ അധികാരത്തിൽ വരുന്നത്. ഖിൽജി വംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ എന്നുള്ളത്. അപ്പോൾ ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഖിൽജി വംശം സ്ഥാപിച്ചുവെങ്കിലും അദ്ദേഹം വളരെ കാരുണ്യവാനും വളരെയധികം മതസഹിഷ്ണുതയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു, നല്ലൊരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മതി. പക്ഷേ നല്ലൊരു വ്യക്തിയായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ നമ്മുടെ രാഷ്ട്രത്തെ ഭരിക്കാനായിട്ട് കുറച്ചും കൂടെ കൂടുതൽ കുടിലതന്ത്രങ്ങളും അതുപോലെ തന്നെ കുറച്ചും കൂടെ കുറച്ചുകൂടെ സ്മാർട്ട്നെസ്സും ക്രൂരമായ കുറച്ച് നടപടികളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഭരണാധികാരം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ഖിൽജി വംശത്തിലെ ഏറ്റവും ശക്തനായ അല്ലെങ്കിൽ ഏറ്റവും കർക്കശക്കാരനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. കരകളഞ്ഞ ഒരു സാമ്രാജ്യത്വവാദിയായിരുന്നു അലാവുദ്ദീൻ. നിരന്തരമായ ആക്രമണങ്ങളിലൂടെ അദ്ദേഹം ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങൾ കീഴടക്കി. അത് അടയാളപ്പെടുത്തി വെച്ചോളാം. ഗുജറാത്ത് ആയിരുന്നു അദ്ദേഹം ആദ്യം കീഴടക്കിയത്. ഗുജറാത്തിന്റെ കീഴടക്കൽ പുറകിൽ അദ്ദേഹത്തിന്റെ വ്യക്തമായ ധാരണ
ഉണ്ടായിരുന്നു. ഗുജറാത്ത് കീഴടക്കിയതോടെ അവിടുത്തെ തുറമുഖങ്ങൾ അലാവുദ്ദീൻ ഖിൽജിയുടെ നിയന്ത്രണത്തിലായി. ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ വഴി മികച്ച ഇനം കുതിരകളെ ഇറക്കുമതി ചെയ്യാൻ കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ സൈന്യത്തെ ശക്തിപ്പെടുത്തി. ഈ സൈന്യത്തിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ കീഴടക്കിയത്. അപ്പോൾ തുറമുഖങ്ങൾ ആദ്യം കീഴടക്കുമ്പോൾ ആ തുറമുഖങ്ങൾ വഴി ലഭിക്കുന്ന വസ്തുവകകളൊക്കെ കൂടുതൽ സുലഭമായിട്ട് ഈ രാജാക്കന്മാർക്ക് കിട്ടും എന്നുള്ളൊരു ചിന്താഗതി അലാവുദ്ദീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഗുജറാത്ത് കീഴടക്കിയതോടെ അവിടുത്തെ തുറമുഖങ്ങളെല്ലാം അലാവുദ്ദീൻ ഖിൽജിയുടെ നിയന്ത്രണത്തിലായി. അപ്പോൾ ഇറാഖിൽ നിന്ന് ഈ തുറമുഖങ്ങൾ വഴി മികച്ച കുതിരകൾ ഇറക്കുമതി ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈന്യത്തെ ശക്തമാക്കി എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒന്നാണ് കമ്പോള പരിഷ്കരണങ്ങൾ. അലാവുദ്ദീന്റെ കീഴിൽ ശക്തമായ ഒരു സൈന്യത്തെ അദ്ദേഹം നിലനിർത്തിയിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സൈന്യത്തെ നിലനിർത്താൻ ധാരാളം പണം ആവശ്യമായിരുന്നു. ചെറിയ ശമ്പളം കൊണ്ട് പട്ടാളക്കാർക്ക് സാമാന്യം നന്നായി ജീവിക്കാൻ പറ്റുന്ന വിധം വിലകൾ നിയന്ത്രിക്കാൻ അലാവുദ്ദീൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. ഇതാണ് അലാവുദ്ദീന്റെ കമ്പോള പരിഷ്കരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കമ്പോള പരിഷ്കരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് വലിയൊരു വിഭാഗം പടയാളികളെ അലാവുദ്ദീൻ ഖിൽജി തന്റെ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ ചെറിയ ശമ്പളം കൊണ്ട് അവർക്ക് എങ്ങനെ അവരുടെ ജീവിത നിലവാരം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാം എന്നുള്ള ഒരു ചിന്തയാണ് അലാവുദ്ദീൻ ഖിൽജിനെ കമ്പോള പരിഷ്കരണത്തിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. പിന്നെ അലാവുദ്ദീൻ ഡൽഹിയിൽ 3 കമ്പോളങ്ങളാണ് സ്ഥാപിച്ചത്. ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി, വില കൂടിയ വസ്ത്രങ്ങൾക്ക് വേണ്ടി, കുതിരകൾ, കന്നുകാലികൾ, അടിമകൾ എന്നിവർക്ക് വേണ്ടി. ഈ ഓരോ കമ്പോളവും ഷേന എന്നറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നിയന്ത്രണത്തിലായിരുന്നു. കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു രജിസ്റ്റർ ഈ ഉദ്യോഗസ്ഥൻ സൂക്ഷിച്ചിരുന്നു. വ്യാപാരികളെയും വിലയെയും ഈ ഉദ്യോഗസ്ഥൻ കർശനമായി നിയന്ത്രിച്ചിരുന്നു. ആവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഗവൺമെന്റിന്റെ പക്കൽ സ്റ്റോക്ക് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതും ഇദ്ദേഹത്തിന്റെ ചുമതലയായിരുന്നു. അപ്പൊ ഷേന എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് കമ്പോള പരിഷ്കരണം ഒക്കെ കൃത്യമായിട്ട് എല്ലാവരും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് രാജാവ് നിയമിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ. ഭൂനികുതി അളവിന്റെ 50% ഉയർത്തുകയും അത് പണമായി നൽകണമെന്ന് നിഷ്കർഷിക്കുകയും ചെയ്തു. കമ്പോളത്തിന്റെ മധ്യത്തിലെ എല്ലാ വസ്തുക്കളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരുന്നു. വിലയിൽ ആരെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അവരെയും മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും ശിക്ഷിച്ചിരുന്നു. കൂടാതെ അളവിലോ തൂക്കത്തിലോ കൃത്രിമം കാണിച്ചാലും ശിക്ഷ കഠിനമായിരുന്നു. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കറകളഞ്ഞ സാമ്രാജ്യത്വവാദിയായിരുന്നെന്നും ജലാലുദ്ദീൻ ഖിൽജിനെ ചതിച്ചു കൊന്നതിന് ശേഷമാണ് അദ്ദേഹം ഒരു രാജാധികാരത്തിലേക്ക് വന്നതെന്നും അദ്ദേഹത്തിന്റെ ആവിഷ്കാരമായിരുന്നു കമ്പോള പരിഷ്കരണം എന്നുള്ളതും എന്ന് ഓർത്ത് വെച്ചാൽ മതി. ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ കൂടുതൽ വിപുലീകരിച്ച് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി മുഗൾ പ്രഭുവർഗത്തിന്റെ പ്രധാന സവിശേഷതകൾ വിവരിക്കാനായിട്ട്. അപ്പൊ പ്രഭുക്കന്മാരെന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തില് രാജാക്കന്മാരെക്കാൾ കൂടുതൽ ഉന്നത പദവി ലഭിച്ചിരുന്നത് ഒരു ഘട്ടത്തില് പ്രഭുക്കന്മാർക്കായിരുന്നു. കാരണം ചില രാജാക്കന്മാരൊക്കെ പ്രഭുക്കന്മാരെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരുന്ന രാജാക്കന്മാരുണ്ടായിരുന്നു. അല്ലാത്തതെന്ന് പറയുന്നത് ചിലപ്പോൾ രാജാക്കന്മാരോടൊപ്പം തന്നെ സമ്പത്തും അതുപോലെ തന്നെ സുഖ സൗകര്യങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്ന ആളുകളായിരുന്നു പ്രഭുക്കന്മാരെന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ മുഗൾ പ്രഭുക്കന്മാരുടെ പ്രധാന സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മുഗൾ പ്രഭുവർഗത്തിന്റെ പല വർഗങ്ങളും ഉൾപ്പെട്ടിരുന്നു. ഇറാനിക്കാർ, ഉസ്ബെക്കുകൾ, ഖുറാസാനികൾ, രാജിക്കുകൾ, അഫ്ഗാനികൾ, ഇന്ത്യൻ മുസ്ലിംകൾ, മറാത്തകൾ, രാജപുത്രർ എന്നിവരെല്ലാം ആ വർഗത്തിൽ ഉണ്ടായിരുന്നു. ഇൽത്തുമിഷിന്റെ കാലം തൊട്ട് ഇന്ത്യ രാഷ്ട്രീയ സ്ഥിരത കൈവരിച്ചതിനാൽ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകി. പല നിലയിൽ അവർ മുഗൾ ഭരണത്തിൽ ചേരുകയും ചെയ്തു. മൻസബ്ദാർമാർ ചെറിയ റാങ്കോട് കൂടിയാണ് അവരുടെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്. പ്രമുഖരായ പ്രഭുക്കന്മാർ, പ്രത്യേകിച്ചും പ്രവിശ്യയിലെ ഗവർണർമാർ, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചെറിയ പതിപ്പ് തന്നെയായിരുന്നു. മൻസബ്ദാറുകളിൽ നിന്നാണ് പ്രഭുക്കന്മാർ വരുമാനം ലഭിച്ചിരുന്നത്. രജപുത്രന്മാരുമായിട്ടും മറ്റു ഹിന്ദു പ്രഭുക്കന്മാരുമായിട്ടും സാമ്പത്തിക സ്ഥിതി മുഗൾ പ്രഭുക്കന്മാരെക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു. മുഗൾ സേവനത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാക്കന്മാർക്കും മറ്റു മുഖ്യന്മാർക്കും അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ പ്രദേശങ്ങൾ നിലനിർത്താമായിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ. മുഗൾ സേവനത്തിൽ പ്രവേശിക്കുമ്പോൾ രാജാക്കന്മാർക്കും മറ്റു മുഖ്യന്മാർക്കും അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ പ്രദേശങ്ങളൊക്കെ നിലനിർത്താമായിരുന്നു. അതിന് ഉദാഹരണമാണ് രാജാ ജയ്സിംഗ് ഉയർന്ന പദവിയിലുള്ള മൻസബ്ദാർ ആയതിനു ശേഷം അംബർ തന്റെ കൈവശം തന്നെ നിലനിർത്തിയത്. അതുപോലെ തന്നെ രാജാ മാൻസിംഗ് ജയ്പൂരും. അപ്പോൾ നമ്മൾ മുഗൾ പ്രഭുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഹിന്ദു പ്രഭുക്കന്മാരെ പോലെയും അതുപോലെ ഇൽത്തുമിഷിന്റെ
ചില പ്രഭുക്കന്മാരെ പോലെ അത്രയും ആർഭാടമോ അല്ലെങ്കിൽ അത്രയും സുഖ സൗകര്യങ്ങളൊന്നും മുഗൾ പ്രഭുക്കന്മാർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൽത്തുമിഷിന്റെ കാലം തൊട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിരത കൈവരിച്ചതിൽ പല ജോലികളിൽ ഏർപ്പെടുന്ന ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകുകയും അവര് പല നിലയിൽ മുഗൾ ഭരണത്തിൽ ലയിച്ചു ചേരുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ആ മുഗൾ ഭരണത്തിലേക്ക് പല ആളുകളും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ഒന്നു ചേർന്ന് അവര് ഇന്ത്യയുടെ മുഗൾ ഭരണത്തിന്റെ ഭാഗമായി തീരുകയും അവർ ക്രമേണ പ്രഭുക്കന്മാരായിട്ട് വളർന്നു വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ മൻസബ്ദാർ എന്നൊക്കെ പറയുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ മൻസബ്ദാരി സമ്പ്രദായത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം മുഗൾ രാജവംശത്തിലെ ഒരു വ്യവസ്ഥിതിയാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. ഈ മൻസബ്ദാരി സമ്പ്രദായത്തിലുള്ള മൻസബ്ദാറുകളാണ് പ്രഭുക്കന്മാർക്കൊക്കെ ഈ പണം അല്ലെങ്കിൽ അവർക്ക് ഒരു വേതനമൊക്കെ നൽകിയിരുന്നത്. ആ ഒരു കാര്യം കൂടെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ മുഗൾ രാജവംശത്തിലേക്ക് പ്രഭുക്കന്മാരായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവര് അവർക്ക് പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ അവർക്ക് കൈവശം വെക്കാമെന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. കാരണം മൻസബ്ദാരി സമ്പ്രദായത്തിൽ എങ്ങനെയായിരുന്നു, അവർക്ക് ഒരു സ്ഥലം കൊടുക്കുകയും ആ സ്ഥലത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം, നികുതി വരുമാനമോ മറ്റു വരുമാനമോ ഒക്കെ അവർക്ക് അവരുടെ ശമ്പളമായിട്ട് കൈപ്പറ്റാനുള്ള ഒരു അവകാശം അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പൊ ഇതൊന്നും അവർക്ക് സ്ഥിരമായിട്ട് പരമ്പരാഗതമായി ആ ഒരു ഭൂമി അവർക്ക് കൈവശം കിട്ടിയിരുന്നില്ല. അത് ആ ഒരു മൻസബ്ദാർ എന്ന് പറയുന്ന ആ ഒരു ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അവർക്ക് ആ ഒരു ഭൂമി സ്വന്തമായിട്ട് ലഭിച്ചിരുന്നില്ല. അവർക്ക് ആ ഒരു കൂലി മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ പരമ്പരാഗതമായി അവർക്ക് ലഭിച്ചിരുന്ന വസ്തുവകകൾ കൈവശം വെക്കാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചാൽ മതി. പക്ഷെ മറ്റ് രാജാക്കന്മാരിലെ പ്രഭുക്കന്മാരെ, മറ്റ് രാജവംശങ്ങളിലെ പ്രഭുക്കന്മാരെ അപേക്ഷിച്ച് മുഗൾ രാജവംശത്തിലെ പ്രഭുക്കന്മാർക്ക് അത്രയും അധികം സുഖ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചാൽ മതി. ഇനി അടുത്തതെന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണം ഡൽഹി സുൽത്താനേറ്റിന്റെ ഉയർച്ചയെയും നാശത്തെയും കുറിക്കുന്നു. വിശദമാക്കുക. അപ്പം നമ്മള് പറഞ്ഞു അല്ലെ, തുഗ്ലക് രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ അല്ലെങ്കിൽ വിവാദ പുരുഷനായ ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണ പരിഷ്കാരങ്ങൾ, അദ്ദേഹത്തിന് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. വോട്ട് നാണയങ്ങളൊക്കെ പ്രചാരത്തിൽ കൊണ്ടുവന്നത് നമ്മുടെ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അപ്പൊ ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വോട്ട് നാണയങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ഇതിൽ ടോക്കൺ കറൻസി എന്ന് പറയുന്ന ഒരു രീതിയൊക്കെ കൊണ്ടുവന്നത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അദ്ദേഹം അതൊരു നല്ല രീതിയിലാണ് കൊണ്ടുവന്നതെങ്കിലും ചില ആളുകൾക്ക് അതൊരു മണ്ടത്തരമായിട്ടാണ് തോന്നിയത്. കാരണം സ്വർണ്ണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്ക് ഈ വോട്ട് നാണയങ്ങൾ അല്ലെങ്കിൽ ഈ ടോക്കൺ കറൻസി എന്ന് പറയുന്ന ഒരു ആശയത്തെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു ടോക്കൺ കറൻസി എന്ന് പറയുന്ന ഒരു ആശയം നിഷ്പ്രഭമാവുകയാണ് ചെയ്തത്. അതുകൂടാതെ ഈ വോട്ട് നാണയം ആയതുകൊണ്ട് അത് കൂടുതൽ ആളുകൾ കള്ള നാണയങ്ങൾ അച്ചടിച്ചിറക്കാനായിട്ട് തുടങ്ങി. കാരണം ഓട് എന്ന് പറയുന്നത് അത്രയും സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു ആയതുകൊണ്ട് കൂടുതൽ ആളുകൾ വോട്ട് നാണയങ്ങളൊക്കെ കൂടുതൽ കള്ള നാണയങ്ങൾ കൂടുതൽ അച്ചടിച്ചിറക്കാൻ തുടങ്ങി. അതെല്ലാം നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ആ ആശയത്തെ നിലംപരിശാക്കുകയാണ് ചെയ്തത്. അതുകൂടാതെ അദ്ദേഹം തന്റെ സാമ്രാജ്യം അല്ലെങ്കിൽ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയതും ഒരു വിവാദത്തിന് കാരണമായ ഒരു കാര്യമാണ്. കാരണം അലാവുദ്ദീൻ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു അറ്റത്താണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം കൂടുതൽ വിപുലീകരിച്ചപ്പോൾ ഈ ഒരു ഡൽഹിയിൽ നിന്ന് മാറ്റി തന്റെ സാമ്രാജ്യം ദേവഗിരിയിലേക്ക് മാറ്റി. ദേവഗിരി എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും കണ്ണെത്തൂലോ എന്നുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഉണ്ടായിരുന്നത്. ഈ ദേവഗിരിയിലേക്ക് തലസ്ഥാനം മാറ്റാനായിട്ട് ഉണ്ടായ പരിശ്രമങ്ങളും അതുപോലെ തന്നെ ഒത്തിരി തങ്ങളുടെ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ തങ്ങളുടെ പ്രധാനപ്പെട്ട മന്ത്രിമാരെയൊക്കെ ദേവഗിരിയിലേക്ക് സ്ഥലം മാറ്റിയതും ഒക്കെ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഒരു തിരിച്ചടിയായിട്ട് മാറുകയാണ് ഉണ്ടായത്. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു അത്. കാരണം വണ്ടിയോ അങ്ങനെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഇത്രയും ദൂരം, ഒരുപാട് ദൂരം നടന്ന് വേനലിൽ അവശരായിട്ട് ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ചതിന്റെ ഒരു പേരില് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് വിമർശനത്തിന് ഇരയായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പല അതുപോലത്തെയുള്ള ആശയങ്ങളും അദ്ദേഹത്തിന് വിനയായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പൊ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണം ഡൽഹി സുൽത്താനേറ്റിന്റെ ഉയർച്ചയും നാശത്തെയും കുറിക്കുന്നു എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമുക്ക് അതിനെ വിശദീകരിക്കാമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. 1351 മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിര്യാതനായി.
മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണഘട്ടം സുൽത്താനേറ്റിന്റെ വളർച്ചയും അതിന്റെ നാശത്തെയും തുടർച്ചയും കാണിക്കുന്നു. 1296 മുതൽ 1335 വരെയുള്ള കാലഘട്ടം തുടർച്ചയായ കേന്ദ്രവൽക്കരണത്തിന്റെയും സാമ്രാജ്യത്വ വ്യാപനത്തിന്റെയും കാലഘട്ടമായിരുന്നു. ഭരണകാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും തന്റേതായ ഒരു നൂതന ശൈലി പിന്തുടർന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യ ചരിത്രത്തിലെ വിവാദ പുരുഷന്മാരിൽ അഗ്രഗണ്യനാണ്. അപ്പൊ ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. ഭരണകാര്യങ്ങളിലും വ്യക്തിപരമായ കാര്യങ്ങളിലും തന്റേതായ ഒരു നൂതന ശൈലി പിന്തുടർന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഇന്ത്യ ചരിത്രത്തിലെ വിവാദ പുരുഷന്മാരിൽ അഗ്രഗണ്യനാണ്. അപ്പോൾ നൂതന ശൈലി എന്ന് പറയുന്നത് എന്താണ്? ഇതുവരെ രാജാക്കന്മാരൊന്നും ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തത്. കാരണം ടോക്കൺ കറൻസി എന്ന് പറയുന്ന ഒരു ആശയം അന്നത്തെ കാലത്ത് രാജാക്കന്മാരൊന്നും കണിക്കൊണ്ടിട്ടില്ലായിരുന്നു. അവരൊക്കെ വെള്ളി നാണയങ്ങളോ അല്ലെങ്കിൽ ചെമ്പ് നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ ഓട്ട് നാണയങ്ങൾ ഉപയോഗിച്ച് ഒരു പുതിയൊരു സമ്പ്രദായം ഉണ്ടാക്കിയത് മുഹമ്മദ് ബിൻ തുഗ്ലക്കാണ്. അതൊരു നൂതന ആശയമായിരുന്നു. അതുകൂടാതെ തലസ്ഥാനം മാറ്റാന്നുള്ള ഒരു ആശയവും നൂതനമായ ഒരു ആശയമായിരുന്നു. പക്ഷെ ഇത് രണ്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പെട്ടെന്നൊരു പുതിയ കാര്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും അങ്ങ് പെട്ടെന്ന് ദഹിച്ചെന്ന് വരില്ല അല്ലെ. അപ്പൊ അവരൊക്കെ അതിനെതിരെ എതിർക്കാൻ തുടങ്ങും. അപ്പൊ ആ രീതിയിൽ എതിർപ്പുകളൊക്കെ മുഹമ്മദ് ബിൻ തുഗ്ലക്കും അതിനെല്ലാം പാത്രമാവുകയാണ് ഉണ്ടായത്. 1398 തിമൂറിന്റെ ആക്രമണമാണ് സുൽത്താനേറ്റിന്റെ പതനത്തിന്റെ പ്രധാന കാരണം. അതും അടയാളപ്പെടുത്തിക്കൊള്ളുക. ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങൾ പിടിച്ചടക്കിയതിനു ശേഷം തിമൂർ ഡൽഹിയിൽ വെച്ച് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. തിമൂറിന്റെ ആക്രമണത്തിന് ശേഷം തുഗ്ലക്ക് സാമ്രാജ്യം നിലനിന്നിരുന്നെങ്കിലും മുമ്പുണ്ടായതിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു അത്. ഡൽഹി സുൽത്താനേറ്റിന്റെ സമ്പൂർണ്ണ പതനത്തിന് 2 വംശങ്ങൾ കൂടി ഡൽഹി ഭരിച്ചിരുന്നു. അവ സെയ്ദുകളും ലോധികളുമാണ്. സെയ്ദ് ഭരണം 1414 തുടങ്ങി 1451 അവസാനിച്ചു. 1526 ലോധി ഭരണവും അവസാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഈ ഒരു മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളെ കുറിച്ച് ഓർത്തു വെക്കണം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കി അത് എഴുതി വെക്കുക. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നിര്യാതനായത് 1351 കാര്യം കൂടെ ഓർത്തു വെക്കണം. ചിലപ്പോൾ വൺ വേർഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ തിമൂറിന്റെ ആക്രമണമാണ് സുൽത്താനേറ്റിന്റെ പതനത്തിന്റെ പ്രധാന കാരണം എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. തിമൂറിന്റെ ആക്രമണത്തിന് ശേഷവും സുൽത്താനേറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും ആ ഒരു തുഗ്ലക് സാമ്രാജ്യം നിലനിന്നിരുന്നുവെങ്കിലും പണ്ടത്തെ അത്രയും പ്രതാപമോ പ്രൗഢിയോ ഒന്നും ആ തുഗ്ലക് വംശത്തിന് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിന് ഉണ്ടായിരുന്നില്ല. അത് പണ്ടത്തെ സാമ്രാജ്യത്തിന്റെ ഒരു നിഴൽ മാത്രമായിട്ടാണ് നിലനിന്നിരുന്നത്. ഇപ്പം തിമൂറിന്റെ ആക്രമണത്തിന് ശേഷവും 2 വംശങ്ങൾ കൂടി, അതായത് 2 വംശങ്ങൾ കൂടി ഡൽഹി ഭരിച്ചിരുന്നു. അത് ഏതൊക്കെയാണ്? സെയ്ദ് വംശവും ലോധി വംശവും കൂടിയാണ് ഈ ഡൽഹി സുൽത്താനേറ്റ് അവസാന കാലഘട്ടത്തിൽ ഭരിച്ചത്. 1414 1451 വരെ സെയ്ദ് വംശം ഭരിച്ചു. അതുകൂടാതെ 1526 വരെ ലോധി ഭരണവും അവസാനിച്ചു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ പറഞ്ഞു ടോക്കൺ കറൻസി എന്നുള്ള ഒരു രീതിയൊക്കെ കൊണ്ടുവന്നത് അലാവുദ്ദീൻ ഖിൽജി ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിന് മുൻപ് നാണയ സമ്പ്രദായം ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ പണ്ട് കാലത്ത് നമുക്ക് ബാർട്ടർ സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറിയിരുന്ന ഒരു വ്യവസ്ഥിതിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുറച്ചധികം കപ്പയുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ അയൽപ്പക്കത്തുള്ള വീട്ടിൽ കുറച്ചധികം അരി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവർ കൃഷി ചെയ്യുന്ന അരിയാണ്, അപ്പൊ അരി അവർക്ക് കൂടുതലുണ്ട്. നമ്മൾ കൃഷി ചെയ്യുന്ന കപ്പയാണ്, നമുക്ക് കപ്പ കൂടുതലുണ്ട്. അപ്പൊ വിളവെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ വിചാരിക്കുന്നു നമുക്ക് കുറച്ചുകൂടെ ചോറ് തിന്നണം തോന്നുവാണെങ്കിൽ നമുക്ക് അരി വേണം അല്ലെ. കപ്പ കൊണ്ട് നമുക്ക് ഒരിക്കലും ചോറ് ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ കയ്യിലുള്ള കൂടുതലുള്ള കപ്പ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്ന് അതിന് പകരം അരിയായിട്ട് മേടിച്ചുകൊണ്ട് വരികയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ രീതിയിലാണ് പണ്ടത്തെ കാലഘട്ടത്തിൽ അവര് സാധനങ്ങൾ കൈമാറിയിരുന്നത്. ഇപ്പം അതുപോലെ തന്നെ പാലും പഞ്ചസാരയും അങ്ങനെ എല്ലാ സാധനങ്ങളും ആ രീതിയിലാണ് അവര് കൈമാറ്റം ചെയ്തിരുന്നത്. പിന്നീട് ഇതിനൊരു മൂല്യത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം കപ്പയുടെ വില ആയിരിക്കില്ല അരിക്കുണ്ടാവുക, അരിയുടെ വില ആയിരിക്കില്ല പാലിനുണ്ടാവുക. അപ്പൊ അങ്ങനെ പല രീതിയിൽ ഒരു മൂല്യത്തിന് ഒരു വ്യത്യാസം വന്നതിന് ശേഷമാണ് ആളുകൾ നാണയങ്ങൾ അല്ലെങ്കിൽ രൂപ കറൻസി എന്ന രീതിയിലുള്ള സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇൽത്തുമിഷിന്റെ കാലം മുതൽ തങ്ക എന്ന സിൽവർ തീർത്ത നാണയങ്ങളാണ് അംഗീകരിക്കപ്പെട്ടിരുന്നത്. അതിന് സമാനമായി കോപ്പർ നാണയങ്ങളും വ്യാപകമായിരുന്നു. ഇത് ജിതാൾ എന്നറിയപ്പെട്ടു. അപ്പൊ ആ കാലഘട്ടത്തിലെ നാണയങ്ങളുടെ പേര് ഓർത്തു വെക്കുക. തങ്ക എന്നും ചിതാൾ എന്നും അറിയപ്പെടുന്ന നാണയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളുക. 14-ാം നൂറ്റാണ്ടിൽ 48 മുതൽ 50 ജിതാൾ ചേർന്നാൽ ഒരു തങ്ക അല്ലെങ്കിൽ ഒരു സിൽവർ നാണയത്തിന് തുല്യമായിരുന്നു.
ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലേ, ഒരുപാട് നൂറുകൾ ചേർന്നാൽ 10,000 ആവും, 10,000ങ്ങൾ ചേർന്നാൽ ലക്ഷങ്ങളാവും എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുന്ന പോലെ 14ാം നൂറ്റാണ്ടിൽ 48 അല്ലെങ്കിൽ 50 ജിതാൾ എന്ന് പറയുന്ന കോപ്പർ നാണയങ്ങൾ ചേർന്നാലാണ് ഒരു തങ്ക അല്ലെങ്കിൽ ഒരു സിൽവർ നാണയം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു സിൽവർ നാണയത്തിന് തുല്യമാവുക. സ്വർണ്ണ നാണയങ്ങളും സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്നു. ഷേർഷാ സൂര്യ 2 ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ നാണയങ്ങൾ സ്ഥാപിച്ചു. അക്ബർ മുതലുള്ള മുഗൾ ഭരണാധികാരികൾ സുൽത്താനേറ്റ് കാലത്തെ അതേ നാണയ വ്യവസ്ഥ തന്നെയാണ് പിന്തുടർന്നത്. മുഗളന്മാർ സ്വർണ്ണ നാണയങ്ങൾ ഇറക്കി വരുന്നെങ്കിലും സാധാരണയായി മാർക്കറ്റ് ആവശ്യങ്ങൾക്ക് അവ ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. അപ്പോൾ മുഗളന്മാരാണ് സ്വർണ്ണ നാണയങ്ങൾ ഇറക്കിയത്, പക്ഷെ അത് മാർക്കറ്റ് ആവശ്യങ്ങൾക്കൊന്നും ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഇപ്പൊ നമുക്ക് തന്നെ 2000 രൂപ നോട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ നമുക്ക് 2000 രൂപ നോട്ടായിട്ട് നമ്മൾ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ നമുക്ക് അതിനുള്ള അത്രയും കൺവീനിയന്റ് ആവില്ല. കാരണം നമുക്ക് 2000 രൂപയുടെ ചില്ലറ നമുക്ക് തിരിച്ചു തരാനായിട്ട് സാധിക്കുകയില്ല. അതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചില്ലറകളൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ 500 100 ഒക്കെ ആയിട്ടാണ് നമ്മൾ ചെറിയ കടകളിലൊക്കെ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ മുഗളന്മാരും സ്വർണ്ണ നാണയങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും കമ്പോളങ്ങളിൽ അത് കൊണ്ടുപോകാനായിട്ട്, അല്ലെങ്കിൽ അത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. സ്വർണ്ണ നാണയങ്ങളൊന്നും ഉപയോഗിച്ച് കമ്പോളങ്ങളിൽ സാധനങ്ങൾ ആരും വാങ്ങിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ജിതാൾ എന്നറിയപ്പെടുന്ന ഒരു നാണയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തങ്ക എന്നറിയപ്പെടുന്ന സിൽവർ നാണയങ്ങൾ അല്ലെങ്കിൽ വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. പിന്നെ മുഗളന്മാര് സ്വർണ്ണ നാണയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നുവെങ്കിലും ആ സ്വർണ്ണ നാണയങ്ങൾ കമ്പോളങ്ങളിൽ അത്ര പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതെന്ന് പറയുന്നത് സുൽത്താനേറ്റ് കീഴിലെ പ്രവിശ്യാഭരണം ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. സുൽത്താനേറ്റിന് കീഴിലെ പ്രവിശ്യാഭരണം. അപ്പൊ ഈ പ്രവിശ്യാഭരണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഓരോരോ പ്രദേശങ്ങളെ പലതായിട്ട് വിഭജിച്ചിട്ട് ഭരിക്കുന്നതിനെയാണ് നമ്മൾ പ്രവിശ്യാഭരണം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പേജ് നമ്പർ 133 കേട്ടോ. അപ്പൊ അതിന്റെ ഐഡിയിൽ ഒന്ന് എഴുതി വെച്ചോളൂ, പേജ് നമ്പർ 133 എന്നുള്ളത്. അപ്പോൾ ഈ 12ാമത്തെ ചാപ്റ്ററിൽ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരമാണ് ഈ ഒരു ക്വസ്റ്റ്യനും ഉത്തരമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 133ാമത്തെ പേജ് എടുത്തല്ലോ അല്ലെ. ഓക്കെ, സുൽത്താനേറ്റിന് കീഴിലെ പ്രാദേശിക ഭരണത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞ് ഈ 3ാമത്തെ ക്വസ്റ്റ്യൻ 131ാമത്തെ പേജിൽ കിടപ്പുണ്ട്. ഡൽഹി സുൽത്താനേറ്റിന് കീഴില് രാജ്യത്തെ പല മേഖലകളായിട്ട് തിരിച്ചിരുന്നു. ഇക്താസ് എന്ന് അറിയപ്പെടുന്നു മേഖലകളായിട്ടാണ് ഇവരെ തിരിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ മറ്റേത് പറഞ്ഞു പ്രവിശ്യകളെ വലനാടുകള്, നാടുകള്, ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞു തിരിച്ചിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇക്താസ് എന്ന് പറയുന്ന പ്രദേശങ്ങളായിട്ടാണ് അവര് ഓരോ മേഖലയെയും തിരിച്ചിരുന്നത്. അപ്പൊ ഈ ഓരോ ഇക്താസിന് കീഴിൽ മുഗതി എന്ന് പറയുന്ന ഒരാളുടെ കീഴിലായിരുന്നു. മുഗ്തിക്ക് വാലി എന്നും പറയും. ഇക്തകൾ പ്രവിശ്യയ്ക്കും മുക്തികൾ ഗവർണർമാർക്കും തുല്യമായിരുന്നു. ഇപ്പൊ ഇക്തകൾ എന്ന് പറയുന്നത് പ്രവിശ്യകളാണ് കേട്ടോ. ഒരു ആരോ മാർക്ക് ഇട്ട പ്രവിശ്യകൾ എന്ന് എഴുതി വെച്ചോളാം നമ്മുടെ നോട്ടില്. ഇക്തകൾ എന്ന് പറയുന്ന പ്രവിശ്യകള്, അതായത് നമ്മൾ ഗ്രാമങ്ങള്, താലൂക്കുകൾ എന്നൊക്കെ പറയുന്ന പോലെ അവര് പറയുന്നതാണ് ഇക്തകൾ എന്ന് പറയുന്നത്. പിന്നെ മുക്തി എന്ന് പറയുന്നത് അത് ആ ഒരു ഇക്തകളുടെ ഭരണം നിർവഹിക്കുന്ന അല്ലെങ്കിൽ ഭരണ ചുമതലയുള്ള ഒരു വ്യക്തിനെയാണ്, ആ ഒരു സ്ഥാനപ്പേരാണ് മുക്തി എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ ഗവർണർ എന്നൊക്കെ പറയുന്ന പോലെയാണ് അവിടെ സുൽത്താനേറ്റ് ഭരണത്തിലെ മുക്തിമാര് അറിയപ്പെട്ടിരുന്നത്. ഭൂനികുതി പിരിക്കുന്നതിന്റെയും ക്രമസമാധാന നില ഉറപ്പുവരുത്തുന്നതിന്റെയും ചുമതല മുക്തിക്കായിരുന്നു. അവർ പിരിച്ചെടുത്ത നികുതിയിൽ നിന്ന് സൈനികരുടെ വേതനം കൊടുത്ത് ബാക്കി വരുന്ന തുക കേന്ദ്ര ഗവൺമെന്റിന് നൽകണമായിരുന്നു. പ്രവിശ്യകളിലെ ഷിക്കുകളായും ഷിക്കുകളെ പർഗാനകളായും വിഭജിച്ചിരുന്നു. അപ്പൊ പ്രവിശ്യകളെ ഷിക്കുകളായും ഷിക്കുകളെ പർഗാനകളായിട്ടും വിഭജിച്ചു എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പം ഷിഖ് പർഗാന എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കണേ. കാരണം സുൽത്താനേറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇക്ത, ഷിഖ്, പർഗാന എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വെച്ച ഓരോ ഓർഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. 100 ഗ്രാമങ്ങളെ ചേർത്ത് സാദിസും 84 ഗ്രാമങ്ങളെ ചേർത്ത് ചൗരാസിസും ഉണ്ടാക്കിയിരുന്നു. അത് ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്നാലും അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ അടയാളപ്പെടുത്തിക്കോളൂ കേട്ടോ. പർഗാനകൾ അമീലിന്റെ കീഴിലായിരുന്നു. ചൗരാസികളുടെ തലവൻ ചൗധരി എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാമങ്ങളായിരുന്നു ഭരണ സംവിധാനത്തിൽ ഏറ്റവും ചെറിയ ഘടകം. ഗ്രാമങ്ങളിലെ പ്രധാനികൾ കുട്ടികളും മുഖദ്ദമുകളും ആയിരുന്നു. കുട്ടികൾ ഭൂ ഉടമകളായിരുന്നു. മുഖദ്ദമുകൾ ഗ്രാമത്തലവന്മാരായിരുന്നു. ഗ്രാമത്തിലെ കണക്കെഴുത്തുകാർ പട്വാരി ആയിരുന്നു. ഗ്രാമത്തിലെ ക്രമസമാധാന പാലനത്തിന് ചുമതല കോത്വാളിനായിരുന്നു. ഇപ്പം ഗ്രാമങ്ങളിലെ സുൽത്താനേറ്റിലെ ഗ്രാമങ്ങളുടെ ക്രമസമാധാന പരിപാലന ചുമതല ആർക്കായിരുന്നു? കോത്വാളിനായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കണം കേട്ടോ.
അപ്പൊ ഇതാണ് സുൽത്താനേറ്റിന്റെ പ്രാദേശിക ഭരണത്തിന്റെ പ്രവർത്തനങ്ങൾ. ആദ്യം ഇക്താസ് എന്ന് ഓർക്കുക. അത് കഴിഞ്ഞ് ഇക്താസിനെ ഭരിക്കുന്നതിന് ഗവർണർ പദവിയിലുള്ള മുക്തികൾ എന്ന് പറയുന്ന ആൾക്കാരാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്. അതിനുശേഷം ഷിക്കുകളെ പർഗാനകളായിട്ട് വിഭജിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ സാദിസും അതുപോലെ തന്നെ ചൗരാസികളും ഒക്കെ എന്നുള്ള രീതിയിൽ അത് വിഭജിക്കപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. പിന്നെ കോത്വാൾ എന്ന് പറയുന്നത് ക്രമസമാധാന പരിപാലനത്തിനുള്ള ഒരു വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ചുമതല ആ വ്യക്തിക്കായിരുന്നു എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ എന്തേലും ഈ ഒരു പാഠഭാഗത്ത്? അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, മധ്യകാല രാഷ്ട്രം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് നമ്മുടെ ഡൽഹി സുൽത്താനേറ്റുകളെ കുറിച്ചാണ്. ഖിൽജി, അതുപോലെ തന്നെ തുഗ്ലക് വംശം, സെയ്ദ് ലോധി വംശങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു മധ്യകാല രാഷ്ട്രത്തിന്റെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു പെട്ടെന്നൊരു ഐഡിയ കിട്ടും. അപ്പൊ ഖിൽജി നൂറ്റാണ്ടിന്റെ സവിശേഷതകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ബാൽബനെ കുറിച്ച് പറഞ്ഞു. ഖിൽജിയിലെ പ്രധാന അധികാരികളായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി എന്നും അലാവുദ്ദീൻ ഖിൽജി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ആ രണ്ട് വ്യക്തികളെ കുറിച്ചും അവരുടെ സവിശേഷതകളെ കുറിച്ചും ഒന്ന് ഓർത്തു വെക്കണേ. പിന്നെ മുഗൾ ഭരണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ വിഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതെന്താണ്? ഇന്ത്യൻ ചട്ടക്കൂട്ടിനകത്തുള്ള ഒരു പേർഷ്യൻ അറബിക് വ്യവസ്ഥ സ്വേച്ഛാധിപത്യപരമായിരുന്നു, ഏകാധിപത്യപരമായിരുന്നു, മതാധിഷ്ഠിതമായിരുന്നു, പിന്നെ പുരുഷാധിപത്യ ഉദ്യോഗസ്ഥ മേധാവിത്വ ഭരണമായിരുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി മുഗൾ പ്രഭുവർഗത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് നമ്മൾ മൻസബ്ദാരി സമ്പ്രദായത്തെ കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. പ്രഭുക്കന്മാർക്കൊക്കെ പണവും വേതനവും ഒക്കെ നൽകിയിരുന്നത് മൻസബ്ദാരികളായിരുന്നു. മൻസബ്ദാരികളുടെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റു പ്രഭുക്കന്മാരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ദയനീയമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ. കാരണം ഹിന്ദുക്കളുടെ ഇടയിലൊക്കെ പ്രഭുക്കന്മാർക്ക് രജപുത്രന്മാരുടെയൊക്കെ പ്രഭുക്കന്മാർക്കൊക്കെ കൂടുതൽ അധികാരങ്ങളും കൂടുതൽ സ്ഥാനമാനങ്ങളും ലഭിച്ചിരുന്നു. പക്ഷെ മുഗൾ രാജവംശത്തില് പ്രഭുക്കന്മാർക്ക് അത്രയും വലിയ രീതിയിലുള്ള സ്ഥാനമാനങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ ഇന്ത്യക്കാരായ ആളുകൾക്കും വലിയ സ്ഥാനമാനങ്ങളൊന്നും മുഗൾ രാജവംശം കൊടുത്തിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചാൽ മതി. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു നോക്കുക. ടോക്കൺ കറൻസി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതുപോലെ തന്നെ വേദഗിരിയിലേക്ക് തന്റെ തലസ്ഥാനം മാറ്റാനുള്ള ഡൽഹിയിൽ നിന്ന് തലസ്ഥാനം മാറ്റാനായിട്ടുള്ള ഒരു പദ്ധതിയും കൂടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഉണ്ടാക്കിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യയിൽ നാണയ വ്യവസ്ഥ പണ്ടത്തെ ബാർട്ടർ സമ്പ്രദായത്തിൽ നിന്ന് മാറി നമ്മൾ നാണയങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. തങ്കം എന്നറിയപ്പെടുന്ന സിൽവർ നാണയം ഉണ്ടായിരുന്നു. കോപ്പറിൽ നമ്മുടെ ജീത്താൾ എന്നറിയപ്പെടുന്ന കോപ്പർ നാണയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ സ്വർണ്ണ നാണയം മുഗളന്മാർ കൊണ്ടുവന്നെങ്കിലും സ്വർണ്ണ നാണയങ്ങൾ കമ്പോളങ്ങളിൽ അധികം ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, ഇനി നമുക്ക് കോളനികളുടെ ഭരണം, കോളനി രാഷ്ട്രത്തെ കുറിച്ചാണ് കേട്ടോ പഠിക്കാനുള്ളത്. ഇപ്പൊ ഈ കോളനി വൽക്കരണം എന്ന് പറയുന്നത് നമുക്കറിയാം. കോളനികൾ എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടൻകാരും അതുപോലെ തന്നെ ഫ്രാൻസും പോർച്ചുഗീസുകാരും ഒക്കെ അവരുടെ കോളനികളാക്കി പല രാഷ്ട്രങ്ങളെ മാറ്റിയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർ ഈ കോളനികളാക്കിയത് എന്തിനാണ്? ഈ കോളനികളാക്കിയത് അവരുടെ ഉൽപ്പന്നങ്ങൾ ഈ ഒരു കോളനികളിൽ കൊണ്ട് വിറ്റഴിക്കാനും ഈ കോളനികളിൽ നിന്ന് അവർക്ക് ആവശ്യമായ സമ്പത്തും അതുപോലെ തന്നെ അസംസ്കൃത വസ്തുക്കളും ഒക്കെ അവർക്ക് കയറ്റുമതി ചെയ്ത് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ബഹുരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ അവരുടെ കോളനികൾ സ്ഥാപിച്ചത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് വാസ് ദ ഐഡിയോളജി ഓഫ് ദ കൊളോണിയലിസം? കോളനിവൽക്കരണത്തിന്റെ പ്രത്യയശാസ്ത്രം എന്തായിരുന്നു എന്നായിരുന്നു ഒരു ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹേൽബറിയിലെ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായ മാൽത്തൂസ് കമ്പനി ഓഫീസേഴ്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളിൽ യൂട്ടിലിറ്റേറിയൻ ചിന്താഗതിയെ പിന്താങ്ങി. ബെൽദാമും ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടയാളാണ്. പ്രയോജന ആചാരവാദികൾ ലേസിസ് ഫെയർ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലികളായിരുന്നു. സാമ്പത്തിക വികസനത്തിന് വേണ്ടിയുള്ള ഏത് പ്രവർത്തനത്തിലും സ്റ്റേറ്റ് ഇടപെടലിനെ അവർ സമൂലം എതിർത്തു. ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട അത് അടയാളപ്പെടുത്തി വെച്ചോളൂ. ലേസിസ് ഫെയർ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലികൾ എന്ന് പറയുന്നത് സാമ്പത്തിക വികസനത്തിന് വേണ്ടിയുള്ള ഏത് പ്രവർത്തനത്തിലും സ്റ്റേറ്റ് ഇടപെടലിനെ അവർ സമൂലം എതിർക്കുകയാണ് ഉണ്ടായത്. ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ തരണം ചെയ്യുന്നതിന് വിപണന ശക്തികളിൽ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു പ്രവണതയാണ് അവർ കാട്ടിയത്. കാർഷിക മേഖലയെയോ വ്യവസായത്തെയോ വളർത്തുന്നതിന് അവർക്ക് യാതൊന്നും ചെയ്തിരുന്നില്ല. അപ്പൊ ലേസിസ് ഫെയർ രീതി എന്ന് പറയുന്നത് കോളനിവൽക്കരണത്തെ അധികം ഒരു
ആശയത്തെ യുക്തിവൽക്കരിച്ച ഒരു പ്രസ്ഥാനമാണ്, ഒരു ആശയമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ കാർഷിക മേഖലയോ അല്ലെങ്കിൽ വ്യവസായത്തെയൊക്കെ വളർത്തുന്നതിന് ലേസസ് ഫെയർ രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ ആ ഒരു തത്വത്തെ അംഗീകരിച്ചവര് യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ലേസസ് ഫെയർ രീതി ഇംഗ്ലണ്ടിൽ എന്നതിനേക്കാൾ ഇന്ത്യൻ സിവിൽ സർവീസിനെയാണ് സ്വാധീനിച്ചത്. ഈ പ്രവണത 1920 അവസാനം വരെ ശക്തമായി നിലനിന്നിരുന്നു. ഈ സിദ്ധാന്ത പ്രകാരമുള്ള ഭരണം കാര്യപ്രാപ്തിയുള്ളതും അഴിമതിയില്ലാത്തതുമായിരുന്നു. സ്റ്റേറ്റ് ഭരണ സംവിധാനത്തിന് ഒരു കാവൽക്കാരന്റെ ചുമതല മാത്രമായിരുന്നു. മിലിറ്ററി, നീതി, പോലീസ് എന്നിവയ്ക്ക് തുടങ്ങി ചെറിയ തോതിലുള്ള ചെലവഴിക്കലേ നടത്തിയിട്ടുള്ളൂ. 3% താഴെ മാത്രമാണ് കാർഷിക മേഖലയ്ക്ക് വേണ്ടി ചിലവിട്ടത്. ഇന്ത്യയെ പാശ്ചാത്യവൽക്കരിക്കുന്നതിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്ത പ്രധാന കാര്യം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ആരംഭമാണ്. അതായത് ഇപ്പൊ ലേസസ് ഫെയർ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിദ്ധാന്ത പ്രകാരം അത് അടയാളപ്പെടുത്തി വെക്കേണ്ടതാണ്. ഈ സിദ്ധാന്ത പ്രകാരമുള്ള ഭരണം കാര്യപ്രാപ്തിയുള്ളതും അഴിമതിയില്ലാത്തതുമായിരുന്നു. സ്റ്റേറ്റ് സംവിധാനത്തിന് ഒരു കാവൽക്കാരന്റെ ചുമതല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മിലിറ്ററി, നീതി, പോലീസ് തുടങ്ങിയവയ്ക്ക് വേണ്ടി ചെറിയ തോതിലുള്ള ചെലവഴിക്കലേ നടത്തിയിട്ടുള്ളൂ. അപ്പൊ കൂടുതൽ പണവും കോളനികളായിരുന്ന സ്ഥലത്ത് നിന്ന് കോളനികൾ സ്ഥാപിച്ച രാജ്യങ്ങൾ കോളനികളിൽ നിന്ന് അടിച്ചുമാറ്റി, പല സ്വത്തുക്കളും അടിച്ചുമാറ്റി അവരുടെ രാജ്യം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല രാജ്യങ്ങളും തയ്യാറെടുത്തത്. കാരണം ബ്രിട്ടനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ബ്രിട്ടൻകാരാണെങ്കിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ പല സമ്പത്തും അവരുടെ രാജ്യത്തിലേക്ക് കൊള്ളയടിച്ചു കൊണ്ടുപോയി ബ്രിട്ടൻ എന്താ പറയുക ആ രാജ്യം വികസിപ്പിക്കാനാണ് അവർ ശ്രമിച്ചത്. അതുകൂടാതെ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പല വരുമാനത്തിന്റെ 3/4 പങ്കും അവര് ഇന്ത്യക്ക് പുറത്തേക്ക് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ട് പോയിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ അംശം മാത്രമേ അതിൽ നിന്ന് ചെലവാക്കാനായിട്ട് അവര് ശ്രമിച്ചിരുന്നുള്ളൂ. പിന്നെ ഇന്ത്യയെ പാശ്ചാത്യവൽക്കരിക്കാനായിട്ട് ഈ കോളനികളാക്കിയ രാജ്യങ്ങൾ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകിയതാണ്. അപ്പൊ ആ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി മാത്രം അവർ കുറച്ച് എഫേർട്ട് എടുത്തു എന്നുള്ള കാര്യം കൂടെ ഓർത്താൽ മതി. അപ്പൊ ആ ഒരു വിദ്യാഭ്യാസം കൊടുക്കുന്നതിന്റെ മൂല കാരണം തന്നെ എന്തായിരുന്നു? ഇന്ത്യയിലെ ജനങ്ങൾ വലിയ വിദ്യാസമ്പന്നരാവട്ടെ, അവര് നല്ല അറിവൊക്കെ ഉണ്ടാക്കട്ടെ എന്നുള്ള ഒരു രീതിയിലല്ല അവര് വിദ്യാഭ്യാസം ഇന്ത്യക്ക് കൊടുക്കാനായിട്ട് ശ്രമിച്ചത്. എന്തുകൊണ്ടാണ്? അവരുടെ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് ഉദ്യോഗസ്ഥരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ താമസിപ്പിച്ച് അവരുടെ ഭരണകാര്യങ്ങളിൽ ഗുമസ്തന്മാരായിട്ട് നിയമിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ തങ്ങളുടെ ഗുമസ്തന്മാരായിട്ട് നിയമിച്ച് ഇന്ത്യയിലെ ഭരണം സുഗമമായിട്ട് കൊണ്ടുപോകാനാണ് നമ്മുടെ ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തീരുമാനിച്ചത്. അപ്പോൾ അതിൽ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ഉന്നതപരമായ പദ്ധതികളൊന്നും ഇന്ത്യക്കാർക്ക് നൽകിയിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്തെങ്കിലും ഉന്നത പദവികളൊന്നും അവര് ബ്രിട്ടൻകാര് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാര് ഇന്ത്യക്കാർക്ക് കൊടുത്തിരുന്നില്ല. അവർക്ക് ഗുമസ്തന്മാരുടെ അല്ലെങ്കിൽ ക്ലർക്കിന്റെ പണി മാത്രമാണ് കൂടുതൽ കൊടുത്തിരുന്നത്. ഉന്നത ജോലികളിലേക്കെല്ലാം അവര് ബ്രിട്ടൻകാരെ മാത്രമാണ് നിയമിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടെ അതിൽ പ്രധാനമായിട്ട് ഓർത്തു വെക്കുക. 1835 മെക്കാളെ മിൽസ് ബ്രിട്ടീഷ് വിദ്യാഭ്യാസ നയങ്ങളെ കാര്യമായി സ്വാധീനിച്ചു. ഇന്ത്യൻ നാഗരികതയുടെ മേലുള്ള വെസ്റ്റേൺ നാഷണലിസ്റ്റ് സമീപനത്തിന് ഉദാഹരണമാണിത്. ബ്രിട്ടീഷുകാർ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് മുഗളന്മാരുടെ കാലത്ത് കൊട്ടാര ഭാഷ പേർഷ്യൻ ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലെ പല രാജാക്കന്മാരും പേർഷ്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഒക്കെ വന്നവരാണ്. അപ്പൊ അവര് ഇന്ത്യയിൽ ഒരു തുർക്കി സംസാര രീതി അല്ലെങ്കിൽ ഭാഷയെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഇപ്പൊ മുഗൾ രാജവംശത്തിലൊക്കെ നിലനിന്ന ഭാഷ എന്ന് പറയുന്നത് പേർഷ്യൻ ഭാഷയൊക്കെ ആയിരുന്നു കൂടുതൽ ഭരണഭാഷയായിട്ട് അല്ലെങ്കിൽ കൊട്ടാര ഭാഷയായിട്ടൊക്കെ നിലനിന്നിരുന്നത്. മുസ്ലിം ഉറുദുവും അതുപോലെ തന്നെ അറബിക്, സംസ്കൃതവും എന്നിവയുടെ ഒരു സങ്കര രൂപവും ഉപയോഗിച്ചിരുന്നു. ഉന്നത വിദ്യാഭ്യാസം മതപരവും അറബിക്, സംസ്കൃതം എന്നിവയിലുള്ള അറിവിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. കമ്പനി കൽക്കട്ട മദ്രസയ്ക്കും ബനാറസിലെ സംസ്കൃത കോളേജിനും സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. 1782 1795 കാലഘട്ടത്തിൽ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് സംസ്കൃതവും പേർഷ്യൻ ഭാഷയും പഠിച്ചു. സർ വില്യം ജോൺസ് ഒട്ടേറെ സംസ്കൃത സാഹിത്യങ്ങൾ തർജ്ജിമ ചെയ്തു. 1785 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന സംഘടന സ്ഥാപിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ലേസസ് ഫെയർ, വെസ്റ്റേൺ നാഷണലിസം തുടങ്ങിയ ചില പ്രത്യയ ശാസ്ത്രങ്ങളാണ് കോളനിവൽക്കരണ കാലത്ത് ഇവിടെ പ്രയോഗികമായത്. അപ്പോൾ ലേസസ് ഫെയറും സിദ്ധാന്തവും അതുപോലെ തന്നെ വെസ്റ്റേൺ നാഷണലിസം എന്ന തുടങ്ങിയ സിദ്ധാന്തങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കോളനികളാക്കിയ ബ്രിട്ടൻ പോലെയുള്ള
പല രാജ്യങ്ങളെയും അവരുടെ കോളനികളാക്കി. ആ കോളനികളിൽ നിന്ന് അവര് ഒരുപാട് സമ്പത്ത് കൊള്ളയടിച്ച് തങ്ങളുടെ രാജ്യം വിപുലീകരിക്കാനായിട്ടാണ് ശ്രമിച്ചത്. ഇപ്പൊ കോളനികളാക്കിയിരുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് ചെറിയ തുക മാത്രമേ അവര് ചിലവഴിച്ചിരുന്നുള്ളൂ. ഇന്ത്യയെ പാശ്ചാത്യവൽക്കരിക്കാനായിട്ട് ബ്രിട്ടൻകാരെടുത്ത ഒരേ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റമാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഉയർച്ച കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെയും ഉന്നത വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ ദേശീയ നേതാക്കന്മാർ ഒരു രീതിയിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച്, മറ്റു പല സ്ഥലങ്ങളിലുള്ള അനീതികളെക്കുറിച്ചും ചൂഷണങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പെരുമാറാനും ഒക്കെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നിലയിൽ വരാനൊക്കെ അവർക്ക് പ്രചോദനം നൽകിയത് ഈ വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് ഈ രീതിയിൽ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് മാത്രമാണ് ബ്രിട്ടീഷുകാർ നമുക്ക് നൽകിയ ഏക ഒരു കാര്യം എന്ന് ഓർക്കുക. അതുകൂടാതെ പല ബ്രിട്ടീഷുകാരും ഇന്ത്യൻ ഭാഷകൾ, പ്രത്യേകിച്ച് പേർഷ്യൻ ഭാഷയും സംസ്കൃതവും ഒക്കെ പഠിച്ചിരുന്നു എന്നുള്ളതും പേർഷ്യൻ ഭാഷയിലേക്കും സംസ്കൃതത്തിലേക്കും ഒക്കെ തങ്ങളുടെ കൃതികൾ തർജ്ജിമ ചെയ്തു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെച്ചാൽ മതി കേട്ടോ. കൊളോണിയൽ സംവിധാനത്തെ എടുത്തുകാട്ടുക. ഹൈലൈറ്റ്സ് ദ കൊളോണിയൽ അപ്പറാറ്റ്സ്. അപ്പം കോൺവാലിസ് പ്രഭു കമ്പനി ജോലിക്കാരുടെ ഒരു സമൂഹം രൂപപ്പെടുത്തി. അവർക്ക് ഉദാരമായ വേതനം നൽകപ്പെട്ടു. എന്നാൽ വ്യക്തിപരമായ വ്യാപാരമോ ഉൽപാദനമോ അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല. കൃത്യമായ പ്രൊമോഷൻ, പെൻഷൻ എന്നിവ അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്നു. ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരായ കമ്പനി ജോലിക്കാരെ ഒഴിവാക്കിയിരുന്നു. അവ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി നീക്കിവെക്കപ്പെട്ടതായിരുന്നു. കോൺവാലിസ് ബംഗാളിന്റെ ഓരോ ജില്ലയ്ക്കും മജിസ്ട്രേറ്റുമാർ, നികുതി പിരിവുകാർ, ജഡ്ജിമാർ എന്നിവരെ നിലനിർത്തിയിരുന്നു. അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. കാരണം നമ്മുടെ കൊളോണിയൽ സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക എന്ന് പറയുന്നത് കോളനികളാക്കിയിരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഈ ബഹുരാഷ്ട്ര രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ സമ്പത്ത് കൊള്ളയടിക്കുകയായിരുന്നെന്നും അവർക്ക് വിദ്യാഭ്യാസം നൽകിയെങ്കിലും താഴ്ന്ന ജോലികളിൽ മാത്രമാണ് ഇന്ത്യക്കാരെ നിലനിർത്തിയിരുന്നു എന്നുള്ളതും കൂടെ ഓർത്തു വെക്കാം. ഉന്നത പദവികളെല്ലാം നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് സംവരണം ചെയ്യപ്പെട്ടതായിരുന്നു എന്നുകൂടെ ഓർത്തു വെക്കുക. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. കോൺവാലിസ് ബംഗാളിന്റെ ഓരോ ജില്ലകളിൽ മജിസ്ട്രേറ്റുമാർ, നികുതി പിരിവുകാർ, ജഡ്ജിമാർ എന്നിവരെ നിലനിർത്തിയിരുന്നു. 1806 മുതൽ കമ്പനി അതിന്റെ പുതിയ ജീവനക്കാർക്ക് ലണ്ടനടുത്തുള്ള ഹെയ്ലിബറി കോളേജിൽ പ്രത്യേക പരിശീലനം നൽകി പോന്നു. നിയമനത്തിന് വ്യവസ്ഥാപിതമായി പ്രത്യേക സംവിധാനം ഉണ്ടായിരുന്നു. 1833 ശേഷം മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിലാണ് കമ്പനി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്തിരുന്നത്. അതൊന്ന് അടയാളപ്പെടുത്തി വെച്ചോളുക. അവർക്ക് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനമൊക്കെ നൽകാനായിട്ട് ബ്രിട്ടീഷുകാര് ഇറങ്ങി തിരിച്ചു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. 1853 ശേഷം യോഗ്യത അടിസ്ഥാനത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ തിരഞ്ഞെടുപ്പ്. ഏത് ബ്രിട്ടീഷ് ഉദ്യോഗാർത്ഥിക്കും പരീക്ഷയിൽ പങ്കെടുക്കാമായിരുന്നു. ചൈനീസ് മാതൃക അനുസരിച്ചുള്ളതായിരുന്നു. മത്സര പരീക്ഷ ഇന്ത്യൻ സിവിൽ സർവീസ് ഉന്നത വേതനത്തോടു കൂടിയുള്ളതായിരുന്നു. ഇംഗ്ലണ്ടിൽ ഒരു ഉദ്യോഗസ്ഥനുള്ളതിനേക്കാൾ രാഷ്ട്രീയ അധികാരം ഇന്ത്യയിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. 1829 ജില്ലകളുടെ സ്ഥാപനത്തോടെ സിവിൽ സർവീസ് ഒന്നുകൂടി ശക്തിപ്പെട്ടു. ഓരോ ജില്ലയിലേക്ക് നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് പൂർണ്ണമായ ഏകാധിപത്യ അധികാരമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് റവന്യൂ കളക്ടർ, ജഡ്ജി, പോലീസ് മേധാവി എന്നീ നിലകളിൽ പൂർണ്ണ അധികാരമുണ്ടായിരുന്നു. ഈ സംവിധാനം പിന്നീട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ഭരണത്തിന്റെ മൂലക്കല്ലായി മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ കൊളോണിയൽ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് ഓർക്കുക, സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു കട ഇപ്പോഴും ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെയൊക്കെ നമുക്കറിയാം അല്ലെ, IAS ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ജില്ലകളിലെ കളക്ടർമാരായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തികളെയൊക്കെയാണ് നമ്മൾ ഒരു സിവിൽ സർവീസ് സെർവന്റ് ആയിട്ടൊക്കെ കാണുന്നത്. ഈ സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു എക്സാം ഒക്കെ എഴുതി അതിലൊക്കെ ഉന്നത സ്ഥാനം നേടാനായിട്ട് ബ്രിട്ടീഷുകാർക്കായിരുന്നു കൂടുതൽ അവസരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുകൂടാതെ കോളനികളായിരിക്കുന്ന രാജ്യത്തിലെ പൗരന്മാർക്ക് അവരുടെ ആ ഒരു രാജ്യത്തിലെ ഉന്നത പദവികളിലേക്ക് നിയമിക്കപ്പെടാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ ഇതിനൊരു ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത്, നമ്മൾ സിനിമ RRR കണ്ടിട്ടുണ്ടാവും അല്ലെ, RRR. അപ്പൊ അതിലെ രാംചരൺ ഒക്കെ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാലഘട്ടമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ആ രാംചരൺ എന്ന് പറയുന്ന വ്യക്തിയും രാംചരൺ ആ ഒരു പോലീസില് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു പോലീസുകാരനാണ്. ഇന്ത്യക്കാരെല്ലാം അതില് താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട പോലീസുകാരായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉന്നത പോലീസുകാരെല്ലാം തന്നെ ബ്രിട്ടനിൽ നിന്നുള്ള ആളുകളാണെന്നുള്ളത് നമുക്ക് ആ ചിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ രാംചരൺ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ബ്രിട്ടനിലെ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന ഉന്നത പദവിയൊന്നും കിട്ടാനായിട്ട് രാംചരണ് കിട്ടിയില്ല. അവസാനം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് ബ്രിട്ടീഷുകാര് ആ ഒരു പദവിയിലേക്ക്
രാംശരനെ ഉയർത്തിയത്. അപ്പൊ ആ ഒരു കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ എത്രത്തോളം താഴ്ത്തിയാണ് കെട്ടിയിരുന്നത് എന്നുള്ള കാര്യം. അപ്പൊ അവർക്ക് യാതൊരു വിധത്തിലും ഒരു ഉയർന്ന ഉദ്യോഗത്തിലേക്ക് കയറാനായിട്ട് ഒരിക്കലും അവരെ അനുവദിച്ചിരുന്നില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഓർത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോളനി സംവിധാനത്തിന്റെ രീതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ സിനിമയും കൂടെ ചേർത്ത് പറയുന്നത്. അപ്പൊ ഒരു വിഷ്വലൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഈ ഒരു കൊളോണിയൽ സംവിധാനത്തെ കുറിച്ച് കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് കൊളോണിയൽ സ്റ്റേറ്റിന് കീഴിൽ സംഭവിച്ച മാറ്റങ്ങൾ സൂചിപ്പിക്കാവുന്നതാണ്. ഇപ്പൊ കൊളോണിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു കോളനി ആയിരുന്നു പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആഫ്രിക്ക എന്നൊക്കെ പറയുന്നത് ഒരു കോളനി ആയിരുന്നു. അപ്പോൾ പല പല കോളനികളായിട്ട് തിരിക്കപ്പെട്ട രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പോഴും അവരുടെ സമ്പത്തൊക്കെ ഒരുപാട് ചോർന്നു പോയി. കാരണം കോളനികളാക്കപ്പെട്ടിരുന്ന രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് സമ്പത്ത് പല രാജ്യങ്ങളും അടിച്ചമർത്തലിലൂടെ അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയൊക്കെ അതിൽ നിന്ന് കരകയറി വരുന്നേ ഉള്ളൂ. അപ്പൊ ഇന്ത്യൻ കൊളോണിയൽ സ്റ്റേറ്റിന് കീഴിൽ സംഭവിച്ച മാറ്റങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രധാന മാറ്റം സമൂഹത്തിന്റെ മുകൾ തട്ടിലായിരുന്നു. ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഉപയോഗശൂന്യമായ യുദ്ധപ്രഭു വർഗത്തെ മാറ്റി നിയമവും ക്രമവും നടപ്പിലാക്കാൻ കഴിവുള്ള ഉദ്യോഗസ്ഥ സൈനിക സംവിധാനം കൊണ്ടുവന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു മാറ്റമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ പ്രഭുക്കന്മാരൊക്കെ ചിലപ്പോൾ പരമ്പരാഗതമായ പ്രഭുക്കന്മാരായിട്ട് നിലനിന്നിരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവര് നിഷ്ക്രിയരായിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ പറയല്ലേ, തിന്നും കുടിച്ചും വെറുതെ നടക്കുക എന്ന് പറയുന്ന പോലെയാണ് പ്രഭുക്കന്മാര് അന്നത്തെ കാലത്ത് നിന്നിരുന്നത്. കാരണം അവർക്ക് ഒരു നിഷ്ക്രിയരായിരുന്നു. അവർ ഈ വലിയ കാര്യമായിട്ട് ഭരണരംഗങ്ങളിൽ കൃത്യമായ സ്വാധീനം ചെലുത്തിയിരുന്നില്ല. അതുപോലെ തന്നെ മറ്റ് എല്ലാ രീതിയിലും അവര് ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു വിഭാഗമായിരുന്നു ഈ പ്രഭുക്കന്മാരെന്ന് പറയുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കോളനിവൽക്കരണം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ ഈ പ്രഭുക്കന്മാരെ മാറ്റി കഴിവുള്ള ആളുകളെ നിയമിക്കാൻ തുടങ്ങി. അപ്പൊ അത് ഒരു വലിയൊരു മാറ്റമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നികുതി സംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ ഭൂപ്രഭുക്കന്മാർക്കും മുതലാളിത്ത വർഗത്തിനും പുതിയ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ദേശീയ ഉൽപാദനത്തിലുള്ള വലിയ പങ്കും അയവ് വരുത്തി. ഈ ഉന്നത വർഗത്തിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം ബ്രിട്ടനിലേക്കും ബാക്കി ഇന്ത്യയിലേക്കും ചെലവഴിക്കപ്പെട്ടു. റെയിൽവേ, ജലസേചനം തുടങ്ങിയ മേഖലകളിൽ ഗവൺമെന്റ് നേരിട്ട് തന്നെ ഉൽപാദന നിക്ഷേപം നടത്തി. ഇതിന്റെ ഫലമായി കാർഷിക വ്യാവസായിക മേഖലകളിൽ കാര്യമായ വളർച്ചയുണ്ടായി. പുതിയ പ്രമാണി വർഗം ഇംഗ്ലീഷ് ഭാഷയും ഇംഗ്ലീഷ് സ്കൂളുകളും പ്രയോജനപ്പെടുത്തി. അപ്പോൾ നമ്മൾ കോളനികളായിട്ടുള്ള രാജ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ രാജ്യത്തില് ഒരുപാട് ഇപ്പൊ പോലും ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പല വസ്തുക്കളും പല കെട്ടിടങ്ങളും നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് മെച്ചപ്പെട്ട കാര്യങ്ങളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. കാരണം ഒരുപാട് കണക്കെട്ടുകളൊക്കെ ബ്രിട്ടീഷുകാർ നിയമിച്ചത് ഇന്നും വളരെ ബലവത്തായിട്ട് നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അവര് വിദ്യാഭ്യാസത്തിന് കൊണ്ടുവന്ന ഉയർച്ച എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പണ്ട് ഗുരുകുല സമ്പ്രദായം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറി വളരെ പാശ്ചാത്യ രീതിയിലുള്ള വളരെ ഇംഗ്ലീഷ് മാധ്യമമാക്കിയുള്ള ഒരു വിദ്യാഭ്യാസം, ആധുനിക ശാസ്ത്രങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊണ്ടുവന്നത് നമ്മുടെ ബ്രിട്ടീഷുകാരാണ്. അപ്പൊ അത് നമുക്ക് വളരെ വലിയ രീതിയിൽ നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പാശ്ചാത്യ രീതിയിലുള്ള ജീവിത രീതി സ്വീകരിച്ചു. പുതിയ പട്ടണങ്ങളും നഗരങ്ങളും വക്കീലന്മാർ, ഡോക്ടേഴ്സ്, അധ്യാപകർ, ജേർണലിസ്റ്റുകൾ, ബിസിനസ്സുകാർ എന്നിവരെ പ്രധാനമായും ഉൾക്കൊണ്ടിരുന്നത്. ഈ വിഭാഗക്കാർക്കിടയിൽ പഴയ ജാതിപരമായ വിലക്കുകൾ കുറവായിരുന്നു. അപ്പൊ അതുകൂടി ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. കാരണം ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഏകദേശം ജാതിയുടെ പേരും മതത്തിന്റെ പേരിലും ഒക്കെയുള്ള വിവേചനങ്ങളൊക്കെ, തൊട്ടുകൂടായ്മ പോലെയുള്ള വിവേചനങ്ങളൊക്കെ കുറേശ്ശെ അതിലൊക്കെ അയവ് വരുത്തി. കൂടാതെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കും കൂടെ വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ ബ്രിട്ടീഷുകാര് തുടങ്ങി വെക്കുകയും കൂടെ ചെയ്തു. അതുപോലെ ഇത്തരം സമൂഹങ്ങളിൽ സാമൂഹിക ചലനാത്മകത വർദ്ധിച്ചു. വില്ലേജ് സമൂഹങ്ങളിൽ ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, കൂട്ടുകുടുംബ സംവിധാനം, കാർഷിക ഉൽപാദന വിദ്യകൾ എന്നിവയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായില്ല. സാമ്പത്തിക സാമൂഹിക വികസനത്തിൽ ബ്രിട്ടീഷ് സ്വാധീനം പരിമിതമായിരുന്നു. മൊത്ത ഉൽപാദനവും ജനസംഖ്യയും ക്രമാനുഗതമായി വളർന്നെങ്കിലും ആളോഹരി വരുമാനം കുറവായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആ കോളനി ഭരണത്തിൽ ഉണ്ടായ പ്രധാന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, സംഭവിച്ച മാറ്റങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ നിഷ്ക്രിയരായ പ്രഭുവർഗത്തെ മാറ്റി അവർ കഴിവുള്ള ആളുകളെ നിയമിച്ചു എന്നുള്ള കാര്യം പ്രധാനപ്പെട്ടതാണ്. പിന്നെ നികുതിയുടെ കാര്യത്തിലൊക്കെ അവര്
പ്രൂഫ് റഫ്രിക്കന്മാരും മുതലാളിത്ത വർഗത്തിനും പുതിയ ഉദ്യോഗസ്ഥ വൃന്ദത്തിനും ദേശീയ ഉൽപാദനത്തിൽ വലിയ പങ്കിനും അയവ് വരുത്തി. പിന്നെ അവരെന്ത് ചെയ്തു? വിദ്യാഭ്യാസ രംഗത്തിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതുകൂടാതെ അവര് സ്കൂളുകളും മറ്റും പ്രയോജനപ്പെടുത്തി. സ്കൂളുകളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളൊക്കെ കൊണ്ടുവരാനായി അവർ പ്രധാനമായിട്ട് പങ്കുവഹിച്ചിട്ടുണ്ട്. സാമൂഹ്യ ചലനാത്മകത വർദ്ധിപ്പിക്കാനായിട്ട് അവര് കാരണമായിട്ടുണ്ട്. ഓക്കെ, ഇത്തരം കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി മെക്കാളയുടെ ആശയങ്ങൾ എഴുതുക എന്ന് പറയുന്നത്. മെക്കാളെ മിനിറ്റ്സിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവരാൻ, ഇംഗ്ലീഷ് മാധ്യമമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം കൊണ്ടുവരാനായിട്ട് കാരണമായത് മെക്കാളെ മിനിറ്റ്സ് ആണ്. അപ്പൊ പൊതുവിദ്യാഭ്യാസത്തിനുള്ള ജനറൽ കമ്മിറ്റി പ്രസിഡന്റായ മെക്കാളെയും ഗവർണർ ജനറൽ ബെന്റി പ്രഭുവും ആംഗ്ലേയ വിദ്യാവാദികളുടെ പക്ഷം ചേർന്നു. അതായത് പാശ്ചാത്യ വിദ്യാഭ്യാസമാണ് ഇവർക്ക് കൊടുക്കേണ്ടതെന്നുള്ള ഒരു പക്ഷത്തിൽ ചേർന്ന വ്യക്തിയാണ് മെക്കാളെ എന്നൊക്കെ പറയുന്നത്. അതിനൊരു പരിഹാരം എന്ന് ആംഗ്ലേയവാദികൾ വിശ്വസിച്ചിരുന്നത് ഇനി അങ്ങോട്ട് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മഹത്തായ ലക്ഷ്യം ഇന്ത്യക്കാർക്കിടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കലായിരിക്കുമെന്ന് ബെന്റിക് പ്രഭു പ്രഖ്യാപിച്ചു. 1835 ഫെബ്രുവരി 2-ാം തീയതിയിലെ മെക്കാളയുടെ പ്രസിദ്ധമായ മിനിറ്റ്സിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രീതിയുടെ പ്രയോജനത്തെ ചോദ്യം ചെയ്തു. ഇന്ത്യക്കാർക്ക് വേണ്ടത് ഇംഗ്ലീഷ് പഠനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിറത്തിന്റെയും ചോരയും ഇന്ത്യക്കാരായി തന്നെ അഭിരുചിയിലും മൂല്യങ്ങളിലും ചിന്തയിലുമൊക്കെ ഇംഗ്ലീഷുകാരായ പുതിയൊരു വർഗത്തെ സൃഷ്ടിക്കാനാണ് മെക്കാളെ പ്രഭു ആഗ്രഹിച്ചത്. ഇത് രാജാറാം മോഹൻ റോയിയെ പോലെയുള്ള പ്രമുഖരായ പല ഇന്ത്യക്കാർക്കും പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയിൽ ശക്തമായി പിന്താങ്ങുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിനി ഇന്ന് പഠിച്ചാൽ മതി കേട്ടോ. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയിൽ കയറില്ല. ഓക്കെ, താങ്ക് യു.